പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടട്ടെ. വളരെ അനുഗ്രഹീതമായ നല്ല പ്രഭാതത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. സ്തോത്രം. ക്രിസ്തുയേശുവിൽ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലായിരിക്കുന്ന ദൈവ സാന്നിധ്യത്തിലായിരിക്കുന്ന എല്ലാ അഭിഷക്തർക്കും എല്ലാ സഹോദരി സഹോദരന്മാർക്കും ക്രിസ്തുയേശുവിലുള്ള പ്രഭാത വന്ദനങ്ങൾ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. വളരെ സന്തോഷത്തോടെ വളരെ ഹാപ്പിയായിട്ട് എല്ലാവരും ഇരിക്കുന്നു എന്ന് ഞാൻ പൂർണ്ണമായി ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആദ്യമായി ഇങ്ങനെ മീറ്റിംഗിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്ത പ്രിയ ആന്റി, ആമേൻ സ്തോത്രം, അദ്ദേഹത്തിന്റെ ഈ മീറ്റിംഗ് മിനിസ്ട്രി മറ്റ് അഡ്മിൻസ് എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുയേശുവിലുള്ള എല്ലാ സ്നേഹങ്ങൾ അറിയിക്കുന്നു. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. വളരെ സന്തോഷം. ഇന്നത്തെ ദിവസം അതിരാവിലെ ദൈവവചനവുമായി നിങ്ങളുടെ മുൻപിൽ ഇരിക്കുവാനുള്ള ഭാഗ്യം സർവശക്തനായ ദൈവം ഏഴയായി അടിയിൽ നൽകിയതോർത്ത് ഞാൻ എന്റെ കർത്താവിന് എല്ലാ മഹത്വം കൊടുക്കുന്നു. സകലമാനവും മഹത്വവും പുകഴ്ചയും എല്ലാം സർവശക്തനായ ദൈവത്തിന് അർപ്പിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഞാൻ മനസ്സിലാക്കിയത് രാവിലെ 5 മണി മുതൽ നിങ്ങൾ ടൈംസ് പ്രയറിലായിരുന്നു, അന്യഭാഷ പ്രാർത്ഥനയിലായിരുന്നു. ഹല്ലേലൂയ. അന്യഭാഷ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ വിശുദ്ധ ബൈബിളിൽ അല്ലെങ്കിൽ വചനം നമ്മോട് പറയുന്നത് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ എന്താണ്? പരിശുദ്ധാത്മാവിൽ സംസാരിക്കുന്നവൻ തനിക്കു താൻ ആത്മീക വർധനവ് വരുത്തുന്നു. പേഴ്സണലി വ്യക്തിപരമായി ആത്മാവിൽ വളരുന്നതിനുള്ള ഒരു നല്ല ടിപ്സ് ആണ്. ഹല്ലേലൂയ. അന്യഭാഷ പ്രാർത്ഥന എന്ന് പറയും. വേറെ ആരും പുഷ് ചെയ്യാതെ, വേറെ ആരും നിർബന്ധിക്കാതെ പ്രാർത്ഥിക്കെന്ന് പറയാതെ, വചനം വായിക്കെന്ന് പറയാതെ തന്നെ നമ്മുടെ അകത്ത് ഇതിന് ഒരു ഇൻസ്പിരേഷൻ അല്ലെങ്കിൽ അകത്ത് തന്നെ നമുക്കൊരു പ്രചോദനം ഉണ്ടാകുവാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു മരുന്നാണ് അന്യഭാഷയിലുള്ള പേഴ്സണൽ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഹല്ലേലൂയ. പിന്നെ മറ്റൊരു വചനം പറയുന്നത് എന്താണ്? പുസ്തകന്മാരുടെ പ്രവൃത്തികൾക്കകത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ അവിടെ ആമേൻ സ്തോത്രം ആത്മാവിന്റെ അഭിഷേകം അല്ലെങ്കിൽ അന്യഭാഷ പ്രാർത്ഥന ലഭിക്കാതിരുന്നവര് പറഞ്ഞത് എന്താണ്? ഇവർ നമ്മുടെ ഭാഷയിൽ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിക്കുന്നു. ഹല്ലേലൂയ. അപ്പോ ദൈവത്തിന്റെ വൻ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങളാണ് നിങ്ങൾ ഇതുവരെ സംസാരിച്ചു കൊണ്ടിരുന്നത്. ഹല്ലേലൂയ. നിങ്ങളിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ദൈവത്തിന്റെ വൻ കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ഈ അധരം കൊണ്ട് സംസാരിച്ചതെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. എന്തൊക്കെയോ ഏതെങ്കിലുമൊക്കെ നാവ് വഴങ്ങാതെ എന്തൊക്കെയോ ചളവളാന്ന് പറഞ്ഞതല്ല, മനസ്സിലാകുന്നുണ്ട്? ആരെങ്കിലും കേൾപ്പിക്കാൻ എന്തെങ്കിലും പറഞ്ഞതല്ല. നിങ്ങൾ ഇത്രയും സമയം മഹത്വത്തിന്റെ ആമേൻ എന്തോ ഭാഷയെ നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനകത്ത് വൻ കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു വചനം പറയുന്നു, മർമ്മങ്ങളെ പ്രസ്താവിക്കുന്നു. ഹല്ലേലൂയ. മർമ്മങ്ങൾ. എന്താ മർമ്മം? നമ്മുടെ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോർഷനാണ് മർമ്മം, അല്ലെ? മർമ്മം തിരുമുകാർക്കൊക്കെ അതിന്റെ മർമ്മത്തിന്റെ സ്ഥാനം എവിടെയാന്ന് അറിയുന്നത്. എന്ന് പറഞ്ഞാൽ അത്രമാത്രം ശരീരത്തെ പഠിച്ച ആളുകൾക്ക് മാത്രമേ ഒരു മനുഷ്യന്റെ ശരീരത്തിലെ പ്രധാനപ്പെട്ട പോർഷൻ, ആ പോർഷനിൽ ആഴമായ ഒരു മുറിവോ അല്ലെങ്കിൽ ഒരു ആഘാതമോ ഏറ്റാൽ ആ മനുഷ്യൻ മരണപ്പെടാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പൊ അത്രയും ഒരു ശരീരത്തിലെ മർമ്മം അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ ശരീരത്തിലെ പ്രധാന പോർഷൻ എന്ന് പറഞ്ഞാൽ ക്രിസ്തു എന്ന ശരീരത്തെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്ന മർമ്മം, മിസ്റ്ററി ഓഫ് ഗോഡ്, ദൈവത്തിൽ മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങളാണ് നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത് എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. അതുകൊണ്ട് വെറുതെ ആരും അന്യഭാഷ പറയരുത്. ആമേൻ സ്തോത്രം. ആമേൻ. ഫുൾ ടൈം അന്യഭാഷയിൽ സംസാരിക്കുന്നത് വളരെ നല്ലതാണ്. പൗലോസ് പറഞ്ഞു, നിങ്ങളിൽ എല്ലാവരെക്കാളും ഞാൻ കൂടുതൽ അന്യഭാഷയിൽ സംസാരിക്കും, ഞാൻ ആത്മാവിൽ. എന്തുകൊണ്ടാ? ഫുൾ ടൈം അദ്ദേഹം ആത്മാവിൽ നടക്കുന്ന ഒരു വ്യക്തി. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിളിനകത്ത് പുതിയ നിയമത്തിൽ 14 ലേഖനങ്ങൾക്കകത്ത് എഴുതി വെച്ചിരിക്കുന്നത് മുഴുവനും ദൈവത്തിന്റെ മിസ്റ്ററിയായ, ദൈവത്തിന്റെ മർമ്മമായ ക്രിസ്തുവിനെ കുറിച്ചുള്ള, പുത്രനെ കുറിച്ചുള്ള വെളിപ്പാടുകൾ എഴുതി വെച്ചിരിക്കുന്നത്. അത് മുഴുവനും അദ്ദേഹത്തിന്റെ പേഴ്സണൽ പ്രാർത്ഥനാ റൂമിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്ത വെളിപ്പാടുകൾ എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അന്യഭാഷ പ്രാർത്ഥന എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ഈ പ്രാർത്ഥനയ്ക്കകത്ത് കൂടുതൽ വെളിപ്പാടുകൾ നിങ്ങൾ റിസീവ് ചെയ്യണം. ഈ പ്രാർത്ഥനയ്ക്കകത്ത് കൂടുതൽ ആഴമായ റിസീവ് ചെയ്യണം. ഈ പ്രാർത്ഥന ആഴമായ സന്ദേശങ്ങളെ സ്റ്റോർ ചെയ്യണം. മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ സ്തോത്രം. സോറി, ഒരു കോള് കയറി വന്നു. സോറി. ആമേൻ സ്തോത്രം.
അപ്പോ നമ്മള് വചന സന്ദേശത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഇതൊരു അന്യഭാഷ പ്രാർത്ഥന മീറ്റിംഗ് ആയതുകൊണ്ട്, ഇങ്ങനെ ഒരു വാട്സപ്പ് കൂട്ടായ്മ ആയതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ ഇങ്ങനെ പറയുന്നത്. ഈ ഒരു പ്രാർത്ഥന അതിശക്തിയോടെ മുൻപോട്ട് പോകുന്നതിനനുസരിച്ച് നിങ്ങൾ പേഴ്സണലി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തന്നെ ഒരു ആത്മാവിന്റെ ഉണർവ് വരുന്നില്ല എങ്കിൽ നിങ്ങൾ ജഡത്തിൽ എന്തൊക്കെയോ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ഉറപ്പായിട്ടും ആത്മാവിന്റെ സാന്നിധ്യത്തിലും അതിനെ തീവ്രമായി കൊതിച്ചുകൊണ്ടും ഇരുന്ന് പറഞ്ഞവരെല്ലാം ആത്മീക വർദ്ധനവിന് വേണ്ടി. ഹല്ലേലൂയ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? സ്തോത്രം. ശങ്കരാദിന നമ്മുടെ ഒരു വചന ചിന്തയിലേക്കാണ് ഞാനൊരു പ്രസംഗം പറയുകയല്ല, വളരെ ശ്രദ്ധ നമ്മൾ ഒരുമിച്ച് ദൈവത്തിന്റെ വചനം ചിന്തിക്കുകയാണ്, നമ്മൾ ഷെയർ ചെയ്യുകയാണ്. എന്നോടും കൂടെയാണ് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത്. അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായ വചനത്തിന്റെ മുൻപാകെ നമ്മുടെ ബുദ്ധി, നമ്മുടെ ജ്ഞാനം, നമ്മുടെ അറിവ്, നമ്മുടെ മുൻവിധികൾ, നമ്മുടെ എല്ലാം മാനുഷികമായ ജഡത്തിന്റെ എല്ലാ മേഖലകളെയും ഡിലീറ്റ് ആക്കുക, റിമൂവ് ചെയ്യുക. ആത്മാവിന്റെ മുൻപിൽ ഒരു നല്ല വിത്ത് വിതയ്ക്കാൻ പാകമുള്ള ഒരു നിലമായി ആമേൻ നമ്മുടെ ഹൃദയത്തെ, മനസ്സിനെ, ചിന്തകളെ, വികാര വിചാര ഇച്ഛകളെ എല്ലാം മാറ്റി കൊടുക്കുക. നിങ്ങൾ ഞാൻ ഉൾപ്പെടെ എല്ലാവരും എല്ലാ ദിവസങ്ങളിലും അതിശക്തമായി നെറ്റ്വർക്ക് ഇഷ്യൂസ് ആണ്, സോറി. ആമേൻ, സ്തോത്രം. വളരെ വേഗത്തിൽ ഒരു വചന ചിന്തയിലേക്ക് നമുക്ക് വരാം. വളരെ ആത്മാർത്ഥമായി ആമേൻ വചനത്തിന് മുൻപാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. വളരെ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിൽ വചന ചിന്തയ്ക്ക് വേണ്ടി നമുക്ക് 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വചനം വായിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വചനം. ഹല്ലേലൂയ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്നെഴുതിയിരിക്കുന്നത് പോലെ തന്നെ. ഹല്ലേലൂയ, സ്തോത്രം. ഒരു നിമിഷം എല്ലാവരും കണ്ണുകളെ അടച്ചാട്ടെ. നമ്മുടെ ഹൃദയത്തെ പൂർണ്ണമായി പരിശുദ്ധാത്മാവിന്റെ മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് കണ്ണുകളെ അടച്ച് ആമേൻ ഹാലലിയ പ്രാർത്ഥിക്കാം. പ്രാബാല ശഹരമനഗ ദുരഗതന ഘടകസ്യ അർദ്ധല പ്രബൽഖമനാദിയന്തരെ ജാലബാലബാല വശംധരംബരബാല ഗർഭനാദിയന്തരാദന ശമനഘടകരകൽഖമനാദിയാന്തരെ. പരിശുദ്ധാത്മാവിന്റെ മുൻപാകെ ഹാലലിയ ഹൃദയത്തെ പൂർണ്ണമായി വിട്ടുകൊടുത്താട്ടെ. ഈ വചനത്തിനകത്തുനിന്ന് ആത്മീക മർമ്മങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കേണ്ടതിനായി ആമേൻ ജഡത്തിലെ ആത്മാവിലെ സകല കന്മഷങ്ങളെയും നീക്കുന്ന ഒരാത്മ ചൈതന്യം നമ്മളിൽ വെളിപ്പെടേണ്ടതിനായി ഇന്നത്തെ പ്രഭാതം ആമേൻ അസാധാരണമായ ഒരു വിടുതലിന്റെ പ്രഭാതമായി മാറട്ടെ. സാധാരണമായ ഒരു ആത്മീക ചൈതന്യം വെളിപ്പെടുന്ന ദിവസമായി മാറട്ടെ. ആത്മാവിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാട്ടെ. റാബ്ജി ലിബർഖനോ സമച്ചിയാലന്ധരെ ജാല പ്രൗഢരാ ജഗൽഖമന ഘടക സന്ധരാദിയാന്തരെ ആൽക്കി ചൈതൽ ജനഘടക സന്ധര. ശരീരത്തിൽ, മനസ്സിൽ, ആത്മീക മേഖലകൾക്കകത്ത് ഒരു പുതിയ പുതിയ രൂപാന്തരങ്ങൾ, പുതിയ മാറ്റങ്ങൾ, പുതിയ 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 ദൈവിക വെളിപ്പാടുകളൊക്കെ പകരപ്പെടുവാൻ വേണ്ടി സമർപ്പണത്തോട് ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. ഞങ്ങളുടെ പിതാവെ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നപ്പ അങ്ങയുടെ വചനത്തിന്റെ ആഴമായ ദൈവിക വെളിപ്പാടുകൾക്കായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ അപ്പ. ഞങ്ങളുടെ ഹൃദയ ദൃഷ്ടികളെ പ്രകാശിപ്പിക്കണമേ അപ്പ. അങ്ങയെക്കുറിച്ചുള്ള ആഴമായ ദൈവിക വെളിപ്പാടുകൾ ഞങ്ങളുടെ മേൽ പകരണമേ. അങ്ങയെക്കുറിച്ചുള്ള പരിജ്ഞാനം ഞങ്ങളുടെ മേൽ പകരണമേ. അങ്ങ് ഞങ്ങളോട് സംസാരിക്കുന്നതിനായി സ്തോത്രം. ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഇന്നത്തെ ദിവസം ഹാലത സമർപ്പണത്തോടിരിക്കുന്ന എല്ലാ മക്കളെയും ക്രിസ്തുവിൽ ബ്ലസ് ചെയ്യുന്ന കർത്താവേ, വചനത്തിന്റെ ശക്തി മക്കളുടെ ശരീരത്തിൽ വെളിപ്പെടട്ടെ, ഫാമിലിയിൽ വെളിപ്പെടട്ടെ, എല്ലാ മേഖലയിലും വെളിപ്പെടട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി എല്ലാവരും കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ചമാറി ബാലകസ്പന്ധരാദിയ. നമ്മളിവിടെ വായിച്ചത് 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വചനമാണ്. സുപരിചിതമായ ഒരു വചനമാണ്. ദൈവം
തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ട്. അവിടെ പലരും വായിക്കുമ്പോൾ ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല എന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു എന്നവിടെ എഴുതിയിട്ടില്ല. കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല. പിന്നെ പറഞ്ഞു ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. നിങ്ങളുടെ അധരങ്ങൾ തുറന്ന് ആ വാക്യം എല്ലാവർക്കും കാണാപ്പാടമാണെന്ന് എനിക്കറിയാം. ഇന്ന് പ്രഭാതത്തിൽ വളരെ ശക്തിയോടെ ഹൃദയത്തിനകത്തുനിന്ന് ആ വാക്യം ഒന്ന് ഉച്ചരിച്ചേ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ആ വചനം നമ്മൾ പേഴ്സണലി പറയുമ്പോൾ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്തത് എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ആമേൻ ആമേൻ നമ്മൾ ഈ വചനത്തിനകത്തേക്ക് കയറി. നമുക്കറിയാം കൊരിന്തിയ ലേഖനം എന്ന് പറയുന്നത് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് അതിന്റെ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ തന്നെ പറയുന്നത് ഇങ്ങനെയാണ്: ദൈവേഷ്ടത്താൽ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലനായി വിളിക്കപ്പെട്ട പൗലോസും സഹോദരനായ സോസ്തനോസും കൊരിന്തിയിലുള്ള ദൈവസഭയ്ക്ക് ആമേൻ ക്രിസ്തുവേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും എവിടെയും. മനസ്സിലാകുന്നുണ്ടോ? അവിടെ ഇവിടെ എന്ന് പറഞ്ഞാൽ മനുഷ്യനായ ഭൂമിയിൽ എത്ര പേർ പിറന്നിട്ടുണ്ടോ അവർക്കും ഇനി പിറക്കാനിരിക്കുന്നുണ്ടോ മാനവ ജാതിക്ക് മുഴുവനായി പരിശുദ്ധാത്മാവിൽ പൗലോസ് എന്ന അഭിഷക്തനിൽ കൂടി എഴുതപ്പെട്ട അസാധാരണമായ ദൈവിക വെളിപ്പാടുകൾ അടങ്ങിയിരിക്കുന്ന ഒരു ലേഖനം അല്ലെങ്കിൽ കത്താണെന്ത് കൊരിന്തിയ ലേഖനം എന്ന്. അപ്പോൾ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി എല്ലാമാണ് പരിശുദ്ധാത്മാവ് മുന്നമേ ഇത് എഴുതി വെച്ചിരിക്കുന്നത് വിശുദ്ധ വചനം. ഇവിടെ പൗലോസ് എന്ന അപ്പോസ്തലൻ ആത്മാവിൽ വെളിപ്പാടിൽ എഴുതി വെക്കുന്ന ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ കൊരിന്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ തന്നെ കൊരിന്ത് സഭ ഉടലെടുക്കുന്നത് ഒരു മ്ലേച്ഛതകൾ നിറഞ്ഞ ഒരു പട്ടണത്തിനകത്താ. ഹല്ലേലൂയ. ഏഷ്യ മൈനറിലെ വ്യാപാര വ്യവസായ കേന്ദ്രമായ ഏറ്റവും വ്യഭിചാരങ്ങളും മ്ലേച്ഛതകളും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളൊക്കെ നിറഞ്ഞു നിന്ന ഒരു പട്ടണം. ഹല്ലേലൂയ. ആമേൻ. ആഭിചാരങ്ങൾ നിറഞ്ഞത് വ്യഭിചാരങ്ങളുടെ കേന്ദ്രം എന്നാണ് കൊരിന്ത് പട്ടണത്തെ കുറിച്ച് പറയുന്നത്. വളരെ ശ്രദ്ധിച്ച് കേൾക്കണമേ. ഇങ്ങനെ ഇത്രയും മ്ലേച്ഛതകൾ നിറഞ്ഞു നിറഞ്ഞ ഒരു പട്ടണത്തിനകത്ത് വളരെ ശ്രദ്ധിക്കുക. സ്തോത്രം. അഭിഷേകത്തോടെ ആത്മനിയോഗത്തോടെ ദൈവ സാന്നിധ്യത്തോടെ ഒരുത്തൻ പാദം ചവിട്ടുകയാണ് എന്ന് പറഞ്ഞാൽ ഇതിനകത്തുനിന്ന് ഒരു ദൂത് പറയുന്നത് എത്ര സാഹചര്യങ്ങൾ എത്ര മോശമായാലും എത്ര മ്ലേച്ഛതകളുടെ നടുവിലാണ് നിന്റെ ലൈഫെങ്കിലും സ്തോത്രം എത്ര വലിയ പ്രതിസന്ധികളുടെ നടുവിലാണെങ്കിലും അഭിഷേകമുള്ളവൻ ചെന്നാൽ നീ അവിടെ അങ്ങനെയായി അവരെ പോലെ ആയി മാറുകയല്ല. അതിനകത്ത് മഹത്വത്തെ വെളിപ്പെടുത്തുവാൻ, അതിനകത്ത് ആത്മാവിന്റെ ചൈതന്യത്തെ വെളിപ്പെടുത്തുവാൻ നിയോഗമുള്ളവനാണ് അഭിഷക്തൻ, നിയോഗമുള്ളവളാണ് അഭിഷക്ത. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെ മ്ലേച്ഛതകൾ നിറഞ്ഞ ആ ഒരു പട്ടണത്തിനകത്ത് അഭിഷേകത്തോടെ ആത്മവീര്യത്തോടെ ഒരുത്തൻ പാദം ചവിട്ടിയിട്ട് ആമേൻ സ്തോത്രം അദ്ദേഹത്തോട് കൂടെ സഹകരിച്ച അഭിഷക്തന്മാരും ഒരുമിച്ച് അവിടെ സുവിശേഷം പ്രസംഗിച്ചു. സുവിശേഷം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ അപ്ലൈ ചെയ്തു, ക്രിസ്തുവിനെ പ്രസന്റ് ചെയ്തു, ക്രിസ്തുവിനെ വെളിപ്പെടുത്തി, ക്രിസ്തുവിനെ കുറിച്ചുള്ള ആഴമായ ദൈവിക മർമ്മങ്ങൾ അവിടെയുള്ള ഓരോ ജനത്തിന്റെ ഹൃദയങ്ങൾക്കകത്തേക്ക് പകർന്നു കൊടുത്തു. അങ്ങനെ അവിടെ ഒരു സഭ സ്ഥാപിതമായി. ഹല്ലേലൂയ. അപ്പോ നമ്മുടെ സാഹചര്യങ്ങൾ ഒരിക്കലും വളരെ ശ്രദ്ധിക്കുക. എത്ര നെഗറ്റീവ് സാഹചര്യങ്ങളുടെ നടുവിലും വീണ് പോകുന്നവരല്ല ക്രിസ്തുവിലുള്ളവർ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നെഗറ്റീവിനെ പഴിക്കരുത്, സാഹചര്യങ്ങളെ പഴിക്കരുത്, കൂടെ നിൽക്കുന്നവരെ പഴിക്കരുത്. ആത്മാവിൽ ജീവിക്കുന്ന നിനക്ക് അതിജീവിക്കാൻ പറ്റാത്ത ഒരു മേഖലകളും ഇല്ല എന്ന ഇന്ന് പ്രഭാതത്തിൽ തിരിച്ചറിഞ്ഞുകൊള്ളണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് തുടക്കത്തിലെ പറഞ്ഞത് തനിക്കുതാൻ ആത്മീക വർധനവ്. ഫുൾ ടൈം ഏത് നെഗറ്റീവ് സാഹചര്യത്തിന് ഇടയിൽ നിന്നുകൊണ്ടും ആത്മാവിൽ സംസാരിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവിൽ സംസാരിച്ചുകൊണ്ട്, വചന ധ്യാനങ്ങൾ നടത്തിക്കൊണ്ട്, ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നവൻ എത്ര വലിയ പ്രതികൂലങ്ങളുടെ നടുവിലും വീര്യത്തോടെ നിലനിൽക്കും. ഹല്ലേലൂയ. അങ്ങനെ ചില പോരാളികളെയാണ് ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് സ്പർശിക്കുവാൻ വേണ്ടി പോകുന്നത്. ഹല്ലേലൂയ. വളരെ ശ്രദ്ധിക്കുക. ഇങ്ങനെ കൊരിന്ത് പട്ടണത്തിനകത്ത് വലിയൊരു സഭ സ്ഥാപിച്ചതിന് ശേഷം ആ സഭയ്ക്കകത്ത് നുഴഞ്ഞു കയറി തെറ്റായ പഠിപ്പിക്കലുകൾ, ഭിന്നതകൾ എന്ന് പറഞ്ഞാൽ പൗലോസിന്റെ പക്ഷക്കാരൻ, അപ്പൊല്ലോസിന്റെ പക്ഷക്കാരൻ, ഇങ്ങനെ ചേരി തിരിവുകൾ ഉണ്ടായി. ഇങ്ങനെയൊക്കെയുള്ള വലിയ പ്രശ്നങ്ങൾ സഭയ്ക്കകത്ത് ഉടലെടുത്തപ്പോൾ അതിനെതിരായിട്ട് പൗലോസ് സംസാരിക്കുന്നതും കൂടിയാണ് എന്ത് ഈ ലേഖനം എന്ന് പറയുന്നത്. വളരെ ശ്രദ്ധിക്കുക. ഇന്നത്തെ ഈ കാലഘട്ടത്തിലെ സഭകൾക്കകത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, നാം പോകുന്ന ചർച്ചകൾക്കകത്ത്
ഭിന്നതകൾ, അനൈക്യതകൾ വർദ്ധിച്ചിരിക്കുന്നു, ചേരിതിരിവുകൾ വർദ്ധിച്ചിരിക്കുന്നു. ആമേൻ, സ്തോത്രം സ്തോത്രം. അഭിപ്രായ വ്യത്യാസങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു. ആമേൻ ആമേൻ. ഹൃദയത്തിനകത്ത് സ്നേഹമില്ലായ്മകൾ വർദ്ധിച്ചിരിക്കുന്നു. പുറമെ വരുമ്പോൾ എല്ലാവരും വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും ഉപവാസ പ്രാർത്ഥനകളിലും കൺവെൻഷനുകളിലും ആരാധനകളിലും ഒക്കെ വന്ന് അന്യഭാഷ പറയുകയും തുള്ളുകയും ചാടുകയും എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ഹൃദയത്തിനകത്ത് സ്നേഹമില്ലാതെ, ഐക്യതയില്ലാതെ, ആമൻ ഏക മനസ്സില്ലാതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ആത്മാവിൽ ചിലരോട് വിളിച്ചു പറയുകയാണ്, നിന്നെ ക്രിസ്തുവിൽ നിലനിർത്തിയിരിക്കുന്നതിന്റെ പിന്നിൽ ഇങ്ങനെ പ്രതിസന്ധികൾ നിറഞ്ഞ ആ സാഹചര്യത്തിനകത്തും ഇങ്ങനെ ഭിന്നതകൾ വിതയ്ക്കുന്ന ചർച്ചിനകത്ത് വ്യത്യസ്തമായ ആത്മാവിന്റെ നിലപാടുകൾക്കൊക്കെ തുറച്ചു നിൽക്കുന്ന ദൈവ സ്നേഹത്തിന്റെ യഥാർത്ഥ രൂപത്തെ വെളിപ്പെടുത്തുവാൻ നിയോഗമുള്ള ഒരു വ്യക്തിയാണ് നീ എന്ന് ഇന്ന് പ്രഭാതത്തിൽ തിരിച്ചറിയുക. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ വിവരിക്കുന്നില്ല. നാം വായിച്ച വാക്യത്തിലേക്ക് വരികയാണ്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് എന്തുകൊണ്ടാ ഈ സ്നേഹത്തെ കുറിച്ച് അവിടെ പറഞ്ഞു. അവിടെ അതിന് മുൻപൊക്കെ വായിച്ചാല്, അതിന് താഴോട്ടുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചാല് ഒന്നും ഇവിടെ സ്നേഹത്തെ കുറിച്ചല്ല പറഞ്ഞു. പൗലോസ് പറയാണ്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തൊക്കെയോ കാര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പൊ എങ്ങനാ കർത്താവിനെ സ്നേഹിക്കുക? വാക്യങ്ങളൊന്നും നമുക്ക് എടുത്തു വായിച്ചിരുന്ന സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകാം. യേശു കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ, യോഹന്നാന്റെ സുവിശേഷത്തിലുണ്ട് 13-ാം അധ്യായത്തിൽ, ആമൻ, പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ യേശു കർത്താവ് പറയാണ്, ആമൻ, കൽപ്പനകൾ, ആമൻ, ന്യായപ്രമാണ കാലഘട്ടത്തിൽ മോശയ്ക്ക് കൊടുത്ത ന്യായപ്രമാണം, അതിനകത്ത് എഴുതി കൊടുത്തിരിക്കുന്ന 10 കൽപ്പനകൾ ഉൾപ്പെടെ പഴയ നിയമത്തിൽ അടങ്ങിയിരിക്കുന്ന 613 കൽപ്പനകൾ. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ഈ കൽപ്പനകളെല്ലാം പഴയ നിയമത്തിൽ കൊടുത്ത, നീ അത് ചെയ്യണം, ഇത് ചെയ്യണം, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, നമുക്കറിയാമല്ലോ. അതെല്ലാം ഇങ്ങനെ ജഡം കൊണ്ട് പ്രവർത്തിക്കുന്ന, ഇങ്ങനെ ശരീരം കൊണ്ട് പ്രവർത്തിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ എഴുതി കൊടുത്തു, നിയമം എഴുതി കൊടുത്തു. ഇങ്ങനെയുള്ള എല്ലാ കൽപ്പനകളെയും കൂടെ ക്രോഡീകരിച്ചിട്ട് യേശു പറയാണ്, യേശു ആരാണ്? ഒരു പുതിയ നിയമത്തെ സ്ഥാപിക്കാൻ വന്നയാളാണ്, അല്ലെ? ആരാണ് യേശു കർത്താവ്? പുതിയൊരു നിയമം. അതുകൊണ്ട് കർത്താവ് എന്റെ രക്തത്തിന്റെ പുതിയ നിയമം, രക്തം കൊണ്ട് എഴുതിയ, ശ്രദ്ധിച്ചേ, പിതാവിന്റെ കൈ കൊണ്ട് എഴുതിയ, സ്വർഗത്തിലെ പിതാവിന്റെ കൈ കൊണ്ട് എഴുതിയ നിയമത്തെ മോശയുടെ കോപത്താൽ അദ്ദേഹം അടിച്ചു പൊട്ടിച്ചു. അതിനുശേഷം മോശയെ കൊണ്ട് തന്നെ ദൈവം കൽപ്പനകൾ എഴുതി എന്ന് പറഞ്ഞാൽ ആ കൈ കൊണ്ട് എഴുതിയതിനേക്കാൾ പ്രാധാന്യം എന്താണ്? എന്തിനാണ്? രക്തം കൊണ്ട് എഴുതിയ നിയമത്തിന്. മനസ്സിലായോ? ആമേൻ ആമേൻ. പിതാവായ ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് തന്നിട്ട് ആ പുത്രന്റെ രക്തത്തിന്റെ അവസാന തുള്ളിയും എടുത്തിട്ട് എഴുതി വെച്ച നിയമമാ പുതിയ നിയമം എന്ന് പറയുന്നത്. ആ പുതിയ നിയമത്തിൽ പൗലോസ് അപ്പോസ്തലൻ ആത്മാവിൽ വിളിച്ചു, അവൻ ഞങ്ങളെ പുതുനിയമത്തിന്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി. ഇന്ന് പ്രഭാതത്തിൽ ഈ പുതിയ നിയമത്തിന്റെ, ഈ രക്തത്തിന്റെ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കിയ ദൈവത്തെ നന്ദിയോടെ കരങ്ങളെ കുറിച്ച് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഈ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകനാണ് ഞാനെന്ന്, ഈ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകൻ, ആത്മാവിൽ ശുശ്രൂഷിക്കുവാൻ സെലക്ട് ചെയ്യപ്പെട്ട വ്യക്തിയാണ് ഞാനെന്ന് ഉറപ്പുള്ള എത്ര പേർ ഇന്ന് പ്രഭാതത്തിൽ ഈ വചനം ശ്രവിക്കുന്നുണ്ട്? അതുകൊണ്ട് ആ പുതിയ നിയമ രക്തത്തിനകത്ത് നിന്നുകൊണ്ട് ആത്മാവിൽ ജീവന്റെ തേജസ്സിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ചിലരോട്, എല്ലാവരോടുമല്ല, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്ന, അതിനുവേണ്ടി സമർപ്പണത്തോടെ നിൽക്കുന്ന, അതിനുവേണ്ടി കൊതിക്കുന്ന ചിലരോടാണ് ഇന്ന് പ്രഭാതത്തിൽ ആത്മാവ് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ 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 ആമേൻ. ഇങ്ങനെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകരാകുവാൻ പ്രാപ്തരാക്കി. അവിടെ അതുകൊണ്ട് തന്നെ ഈ പുതിയ നിയമത്തിന്റെ ആ ഒരു തലം എന്ന് പറയുന്നത് തന്നെ എന്താണ്? പിതാവ് പുത്രനെ തകർത്തുകൊണ്ട് ലോകത്തെ സ്നേഹിച്ചു. വളരെ ശ്രദ്ധിച്ച് കേൾക്കണമേ. നിങ്ങൾക്ക് എത്രത്തോളം ആഴത്തിൽ ഇതിനെ ഗ്രഹിക്കാൻ കഴിയുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. വളരെ ശ്രദ്ധിക്കുക. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് എന്താണെന്ന് നമ്മൾ വചനത്തിനകത്തൂടി സെർച്ച് ചെയ്യുക. നിങ്ങൾ ഒരുപക്ഷെ മുൻപ് കേട്ടിട്ടുള്ളത്, ഒരുക്കിയിട്ടുള്ളത് നല്ല വീട്, നല്ല കാറ്, രോഗസൗഖ്യം, മക്കൾക്ക് നല്ല ഭാവി, ഇതൊക്കെ ആയിരിക്കാം നിങ്ങൾ മുൻപ് കേട്ടിട്ടുള്ള പ്രസംഗം. ഞാൻ വചനത്തിനകത്തു നിന്നാണ് ഇന്ന് പകലിൽ സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇതിനകത്തുനിന്ന് ചില മർമ്മങ്ങളാണ് ആത്മാവ് നമ്മൾക്ക് വേണ്ടി ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കുക. ഇവിടെ പറയാണ്, ദൈവം എന്ത് ചെയ്യുന്ന? പുത്രനെ തകർത്തിട്ട് എന്നെ സ്നേഹിച്ചു. ഹല്ലേലൂയ. ആരെ? പുത്രനെ അങ്ങ് തകർത്ത് കളഞ്ഞിട്ട് പുത്രന്റെ രക്തം മുഴുവനും എനിക്ക് വേണ്ടി ഊറ്റി തന്നിട്ട് ദൈവം എന്നെ സ്നേഹിച്ചു. എന്നിട്ട് പറയാണ്, ആ ദൈവത്തെ ഞാൻ സ്നേഹിക്കണം. എന്നെ സ്നേഹിച്ചു കഴിഞ്ഞല്ലേ? എന്നയ്ക്ക് വേണ്ടിയുള്ള സ്നേഹത്തിന്റെ പൂർണ്ണത കാൽവറിയിൽ വെളിപ്പെടുത്തി. ആമേൻ. വളരെ ശ്രദ്ധിച്ച് ആഴത്തിൽ നിങ്ങളുടെ ഹൃദയത്തിനകത്തു നീ വചനം റിസീവ് ചെയ്യണം. നിന്നെ
നിന്നെ സ്നേഹിച്ച പിതാവായ ദൈവം തന്റെ പുത്രനെ കാൽവറിയിൽ തകർത്തു കളഞ്ഞു. ആമേൻ. അവന്റെ രക്തത്തിന്റെ അവസാന തുള്ളി വരെ നിന്നെ വീണ്ടെടുക്കാൻ വേണ്ടി തന്നു. എന്നിട്ട് പറയാം, മകനെ, എന്റെ സ്നേഹത്തെ ഞാൻ നിനക്ക് വേണ്ടി പൂർണ്ണമായും വെളിപ്പെടുത്തി. ഇനി എനിക്ക് വേണ്ടത് നീ എന്നെ ഒന്ന് സ്നേഹിക്കുക. അപ്പൊ ഞാൻ അന്ന് ആ സമയത്ത് ഞാൻ കാണിച്ചു തരാം. നീ എന്നെ സ്നേഹിക്കുമ്പോൾ ആമേൻ, നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നിനക്ക് കാണുവാൻ മാത്രമല്ല, നിനക്ക് കേൾക്കുവാൻ മാത്രമല്ല, നിനക്കതിനെ അനുഭവിക്കുവാൻ കൂടെ കഴിയും. അതുകൊണ്ട് അങ്ങനെ സ്നേഹിക്കുന്നവരോടാണ് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകലിൽ സംസാരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കറിയാം, അപ്പോസ്തലനായ വിശുദ്ധ പൗലോസാണ് ഈ ലേഖനം എഴുതിയത്. ഈ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളതെന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ആരായിരുന്നു എന്ന് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 9-ാം അധ്യായം മുതൽ ഇങ്ങോട്ട് പഠിച്ചാൽ മനസ്സിലാകും. ഹല്ലേലൂയ. ദൈവസഭയെ തകർത്ത് മുടിച്ച്, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ അനുഗാമികളായ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രചരണം നടത്തുന്നവരുണ്ടെങ്കിൽ അവരെയെല്ലാം തകർക്കുക, അവരെല്ലാം മുടിച്ചു കളയുക, അവരെ ഇല്ലായ്മ ചെയ്യുക, അവരെ കൊല്ലുക എന്ന ക്രൂര മനോഭാവമുള്ള, സ്നേഹത്തിന്റെ ഒരു അംശം പോലും അകത്തില്ലായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ആര്? പൗലോസ്. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, അകത്ത് സ്നേഹമല്ല, ക്രൂര മനോഭാവം. വളരെ ക്രൂരനായിരുന്നു. അതുകൊണ്ടാണ് സ്തെഫാനോസ് എന്ന അഭിഷക്തനെ കൊല്ലാൻ വേണ്ടി കൂട്ടുനിന്നവൻ, അതിന് നേതൃത്വം കൊടുത്തയാളാണ് ആര്? പൗലോസ് എന്ന് പറയും. ഇങ്ങനെ ഒരുത്തൻ അദ്ദേഹത്തെ സ്നേഹനിധിയായ, ആര്? സ്നേഹത്തിന്റെ ഉറവിടമായ, കാൽവറിയിൽ കൂടി നമ്മെ സ്നേഹിച്ച പുത്രനായ യേശു ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ചൊന്ന് തൊട്ടപ്പോൾ, ഒന്ന് പിടിച്ചപ്പോൾ, അദ്ദേഹത്തിന്റെ പുറമേ ഉള്ള കണ്ണങ്ങ് അടഞ്ഞു. ആമേൻ. മൊത്തം ഇരുട്ടായി മാറിയപ്പോൾ ഹൃദയത്തിന്റെ കണ്ണങ്ങ് തുറന്നു. ആ കണ്ണ് തുറന്നപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായത്, അയ്യോ, സ്നേഹത്തിന്റെ രൂപത്തെ അദ്ദേഹം കണ്ടു. കാൽവറിയിൽ കിടക്കുന്ന ഒരു രൂപം. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? അത് തകർന്നു കിടക്കുകയല്ല, എന്നെ സ്നേഹിക്കുന്ന ഒരു രൂപമാത്. എനിക്ക് വേണ്ടി തകർക്കപ്പെട്ട് കിടക്കുന്ന ആ രൂപം, ആ യേശുവിന്റെ രൂപത്തെ ആമേൻ ഹൃദയത്തിന്റെ കണ്ണ് തുറന്നപ്പോഴാ കണ്ടത്. അതുകൊണ്ടാണ് എഫെസ്യ ലേഖനം 1-ാം അധ്യായം ആമേൻ 18-19 വചനങ്ങളൊക്കെ എഴുതി വെക്കുമ്പോൾ അദ്ദേഹം സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പറയാണ്, നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി ഒന്ന് പ്രകാശിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാ, ഞാൻ പ്രാർത്ഥിക്കുക. ഇന്ന് പകലിൽ ഞാൻ പറയാം, മകനെ, മോളെ, ഹല്ലേലൂയ, എന്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി ഒന്ന് തുറന്നേ, അകത്തെ കണ്ണൊന്ന് തുറന്നേ, ആത്മാവിന്റെ കണ്ണൊന്ന് പ്രകാശിച്ചു നോക്കിക്കേ. നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ശ്രേഷ്ഠതകൾ, മഹത്വങ്ങൾ, അസാധാരണമായ ദൈവിക ആമേൻ പദ്ധതികൾ കാണുവാൻ നിന്റെ ഹൃദയത്തിന്റെ കണ്ണൊന്ന് തുറന്നു നോക്കിയാൽ, നീ ഈ കണ്ണുകൊണ്ട്, ജഡത്തിന്റെ കണ്ടുകൊണ്ട് കാണുന്ന ചിലതിനെ നോക്കി നീ നിരാശപ്പെടുന്നില്ലേ? നീ സങ്കടപ്പെടുന്നില്ലേ? ആമേൻ. അതിനെ സഹിക്കുവാൻ പറ്റാത്ത നീ അലറി കരയുന്നില്ലേ? ഈ ഒറ്റപ്പെടലുകളെ നോക്കി നീ വേദനപ്പെടുന്നില്ലേ? നെടുവേർപ്പെടുന്നില്ലേ? ഈ കണ്ണുകളെ അടയ്ക്ക്, എന്നിട്ട് അകത്തെ കണ്ണൊന്ന് തുറന്നു നോക്ക്. നിനക്ക് കാണാൻ കഴിയും, അവനെ ഒന്ന് സ്നേഹിച്ചു തുടങ്ങുന്ന നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന അസാധാരണമായ തലങ്ങളെ കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ഇങ്ങനെ സ്നേഹത്തെ, ആ സ്നേഹം തൊട്ടപ്പോൾ, എങ്ങനെയാ പൗലോസിനെ സ്നേഹം തൊട്ടത്? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 12-ാമത്തെ വചനത്തിൽ പറയാണ്, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചിട്ട് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത എന്ന് പറഞ്ഞാൽ, യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചവരെല്ലാം ഇരുട്ടിലായിരുന്നു മുൻപ്, പിശാചിന്റെ അധികാരത്തിലും ആധിപത്യത്തിലുമായിരുന്നു. പക്ഷെ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ആ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ നീ ആരായി മാറി? ആമേൻ, സ്തോത്രം. നീ ഇപ്പോൾ വെളിച്ചത്തിനകത്ത്, സ്നേഹ സ്വരൂപനായ പുത്രന്റെ രാജ്യത്തിനകത്ത്. എന്താണ്? സ്നേഹ സ്വരൂപനായ പുത്രന്റെ രാജ്യത്തിനകത്ത്. അപ്പൊ ഈ പുത്രന്റെ രാജ്യത്തിനകത്തിരിക്കുന്നവനിൽ നിന്ന് സ്നേഹമല്ലാതെ മറ്റൊന്നും പുറത്തു വരില്ല, വരാൻ പാടില്ല. ആമേൻ. നമ്മുടെ ചർച്ചകളിലേക്ക് തിരിഞ്ഞു നോക്ക്, കുടുംബ അന്തരീക്ഷങ്ങളിലേക്ക് തിരിഞ്ഞു നോക്ക്. ആമേൻ. നമ്മുടെ കുടുംബ ജീവിതത്തിലേക്ക്, പേഴ്സണൽ ലൈഫിലേക്കൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കണം. ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ എന്റെ അകത്തു നിന്ന് സ്നേഹ സ്വരൂപന്റെ പുത്രന്റെ രാജ്യത്തെ വെളിപ്പെടുത്തുവാനുള്ള വ്യക്തിയാണ്. ഈ രാജ്യത്തിനകത്ത് സ്നേഹമല്ലാതെ മറ്റൊന്നുമില്ല. ഈ രാജ്യത്തിനകത്ത് സ്നേഹത്തിന്റെ കൂട്ടായ്മയല്ലാതെ മറ്റൊന്നുമില്ല. ഈ രാജ്യത്തിനകത്ത് സ്നേഹത്തോടെയുള്ള സംഭാഷണങ്ങളല്ലാതെ മറ്റൊന്നുമില്ല. ഈ രാജ്യത്തിനകത്ത് സ്നേഹപരമായ ക്ഷമയും സഹിഷ്ണുതയും ഇടപാടുകളല്ലാതെ മറ്റൊന്നുമില്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഈ സ്നേഹമല്ലാതെ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇന്ന പ്രഭാതത്തിൽ അതിനെയെല്ലാം ഡിലീറ്റ് ചെയ്തോണം.
ചിലരോടൊക്കെ പരിശുദ്ധാത്മാവ് ചില വാണിംഗ് പോലെ പറയുകയോ, പുത്രന്റെ രാജ്യത്തിനകത്താ നിന്നെ രക്തം കൊടുത്ത് വീണ്ടെടുത്താക്കി വെച്ചിരിക്കുന്നത്. മനസ്സിലായോ? പ്രാണനവൻ കാൽവറിയിൽ കൊടുത്തിട്ട് നിന്നെ ഇരുട്ടിൽ നിന്ന് വിടുവിച്ചിട്ട് പിശാചിന്റെ അടിമത്തത്തിനകത്തുനിന്ന് നിന്നെ വീണ്ടെടുത്തിട്ട് പുത്രന്റെ പദവിയിലേക്ക് പിതാവും നീയും തമ്മിലുള്ള ബന്ധം തകർത്ത് കളഞ്ഞ ആ പിശാചിനെ തകർത്തിട്ട് നിനക്ക് പിതാവിന്റെ അരികിലേക്ക്, അപ്പന്റെ അരികിലേക്ക് മകളെ പോലെ, മകനെ പോലെയല്ല മകനായിട്ട് മകളായിട്ട് ചേർന്ന് നിൽക്കുവാൻ ഒരവസരം ആമേൻ കാൽവറിയിൽ കൂടി ഒരുക്കി തന്ന യേശു സ്നേഹമല്ലാതെ മറ്റൊന്നുമില്ല. ഇന്ന് പ്രഭാതത്തിൽ ആ ഹൃദയത്തിനകത്തൊരു രൂപാന്തരം വരട്ടെ. നിന്റെ ഹൃദയത്തിനകത്ത് അടിഞ്ഞു കൂടിയിരിക്കുന്ന എല്ലാ നെഗറ്റീവിന്റെ ആധിപത്യങ്ങളെ ഇന്ന് പ്രഭാതത്തിൽ എടുത്ത് ദൂരേറിയ എല്ലാം ഡിലീറ്റ് ആക്ക്. യേശുവിന്റെ നാമത്തിൽ അതിനെ ഡിലീറ്റ് ആക്ക്. പരിശുദ്ധാത്മാവിന് നിന്നിൽ ഇറങ്ങി വരണമെങ്കിൽ അന്യഭാഷ പറയുന്നത് കൊണ്ട് ആത്മാവ് നിന്നിൽ വസിക്കത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഇരിക്കണമെങ്കിൽ അത് ആത്മാവിന്റെ സ്വഭാവങ്ങൾ വെളിപ്പെടുത്തുന്ന ഇടം തന്നെ ആയിരിക്കണം. ആത്മാവ് വിശുദ്ധിയുടെ ആത്മാവാണ്. അതുകൊണ്ട് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് എന്താണ് ഒരുക്കി വെച്ചിരിക്കുന്നതാണ്? സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിനകത്ത്. പിടികിട്ടുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെ അല്ലെന്ന് ആത്മാവ് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് മടങ്ങി വന്നുകൊള്ളണം. ഹല്ലേലൂയ. കാരണം നമുക്കറിയാം വാർത്തകൾ. ഓരോ ദിവസങ്ങളും കേൾക്കുന്ന വാർത്തകളെല്ലാം നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തു എന്നാ കാണുന്നത്. അതുകൊണ്ട് നിനക്കിനി ടൈമില്ല. പ്രായഭേദമന്യേ മാരകമായ രോഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ. കൊച്ചുകുട്ടികൾക്ക് പോലും അറ്റാക്കുകൾ വരുന്ന ഒരു കാലഘട്ടമായത് എന്ന് പറഞ്ഞാൽ ഏതു നിമിഷവും മരണം നമ്മെ പിടിക്കാം. ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം എഴുന്നേൽക്കുമെന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട്? ഇന്ന് രാത്രിയിൽ ഉറങ്ങുവാൻ ഞാൻ ജീവനോട് ഇരിക്കുമെന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട്? അതുകൊണ്ട് നിന്റെ മുൻപിൽ സമയമില്ല. അതുകൊണ്ട് ദൈവാത്മാവിന് വിരുദ്ധമായി നിന്റെ അകത്തിരിക്കുന്ന എല്ലാ അശുദ്ധികളെയും എടുത്തു കളഞ്ഞിട്ട് ആത്മനിയോഗത്തോടെ പുത്രന്റെ സ്നേഹത്തെ ഒഴുക്കുന്ന ആ പുത്രന്റെ സ്നേഹത്തിൽ ചിലതിനെ മാറോട് ചേർത്തിരിക്കുന്ന, ആ പുത്രന്റെ സ്നേഹത്തിൽ ചിലതിനെ കെയർ ചെയ്യുന്ന, ആ പുത്രന്റെ സ്നേഹത്തിൽ ചിലരെയൊക്കെ തിരുത്തുന്ന ഒരപ്പനായി, ഒരു മകനായി എല്ലാ മേഖലകൾക്കകത്തും ആ സ്നേഹ സ്വരൂപന്റെ രാജ്യത്തിലെ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്ന ഒരു വ്യക്തിത്വമായി പുറത്തു വരിക. ഹല്ലേലൂയ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല. അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. എന്താ കാണാത്തത്? നമുക്കറിയാം പൗലോസ് എന്ന അപ്പോസ്തലനെ യേശു ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസുകളൊക്കെ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾക്കകത്ത്, ഗലാത്യ ലേഖനങ്ങൾക്കകത്തൊക്കെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറയാണ്, ഞാൻ ഒരു വെളിപ്പാട് അനുസരിച്ച് അത്രേ പോയത്, അല്ലെ? ഞാൻ ക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്രേ ഇത് പ്രാപിച്ചത് എന്ന് പറഞ്ഞാൽ പിടിക്കപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ യേശുവിനെ ആ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ പേഴ്സണൽ ലൈഫിൽ ഒരു വ്യക്തിപരമായ മാറ്റം, ക്രൂര മനോഭാവങ്ങൾ മാറി. പിന്നെ അടി കൊടുത്തവൻ എന്ത് ചെയ്തു? അടി കൊള്ളുന്നവനായി മാറി. പിടികിട്ടിയോ? ഹല്ലേലൂയ. അവന്റെ നേരെ നിന്ന് ക്രിസ്തുവിനെ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം വളരെ ശ്രദ്ധിക്കുക. യേശു ക്രിസ്തുവിനെ കൂടെ നടന്നയാളല്ല പൗലോസ്. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗങ്ങൾ ഒരു വിഷയം അദ്ദേഹം കേൾക്കാൻ പോലും സമ്മതിച്ചിട്ടില്ല. കാരണം യേശു ക്രിസ്തുവിനെ ആരെവിടെ പ്രസംഗിച്ചാലും അവരെ ഉപദ്രവിക്കുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ അജണ്ട, അല്ലെ? അപ്പോ ക്രിസ്തുവിനെ കുറിച്ചുള്ള നല്ല ആഴമായ പ്രസംഗങ്ങളൊന്നും കേൾക്കുവാൻ പോലുള്ള മനസ്സില്ലാത്ത ഒരുത്തനെ പിടിച്ചിട്ട് എന്ത് ചെയ്തു? അവനെ അറേബ്യൻ മരുഭൂമിക്കകത്തേക്ക് കൊണ്ടുപോയിട്ട് ആരാണ് യേശു ക്രിസ്തു എന്നുള്ള ദൈവിക വെളിപ്പാടുകൾ ദർശനത്തിൽ കൂടി അവന് കൈമാറി. ലേഖനങ്ങൾക്കകത്ത് മുഴുവനും പൗലോസിന് വെളിപ്പാടിൽ കിട്ടിയ ക്രിസ്തുവിനെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങൾ, പ്രിയ അഭിഷക്ത സഹോദരി സഹോദരന്മാർ, നിങ്ങളെല്ലാം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ വിശ്വസിച്ചുകൊണ്ട് ഈ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചവരാണ്. ഹല്ലേലൂയ. യേശു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ, മനുഷ്യനായിരുന്ന കാലഘട്ടത്തിൽ പ്രസംഗിച്ച അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും വിശ്വസിച്ചുകൊണ്ട് വന്നവരല്ല നിങ്ങൾ. കാൽവറി ക്രൂശിൽ അറക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ വിശ്വസിച്ചവരാ നാം എല്ലാവരും, അല്ലെ? അപ്പോൾ ഈ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ആരാണെന്നുള്ള വെളിപ്പാടാണ് പൗലോസ് ഇവിടെ ആത്മാവിൽ അദ്ദേഹത്തിന് കിട്ടിയ വെളിപ്പാട്. ഈ 2-ാം അധ്യായത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. ശ്രദ്ധിച്ചേ, പൗലോസ് എന്താ പറയുന്നത്? സ്നേഹിക്കുന്നവർക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ക്രിസ്തുവിനെ കുറിച്ചുള്ള ദൈവിക വെളിപ്പാടുകൾ എന്ന് പറഞ്ഞാൽ
ആമേൻ മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങളാണ് ഈ സ്നേഹിക്കുന്നവർക്ക് കൊടുക്കുന്നത്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ദൈവിക പരിജ്ഞാനമാണ് അവർക്ക് കിട്ടുക. അതുകൊണ്ട് പൗലോസ് നല്ല അറിവും ജ്ഞാനവും വിവേകവും വാഗ്മി എല്ലാമായ അദ്ദേഹം പറയാണ്, അദ്ദേഹം നേടിയ ജ്ഞാനം, അദ്ദേഹം നേടിയ അറിവ്, അദ്ദേഹം നേടിയ കഴിവ്, പ്രശസ്തി, ഇതെല്ലാം പുറംകണ്ണടച്ചപ്പോൾ, യേശു ക്രിസ്തുവിന്റെ സ്പർശനമേറ്റപ്പോൾ ഇതെല്ലാം ഭോഷ്കാണെന്ന് മനസ്സിലായി, ഇതെല്ലാം ഭോഷത്വമാണെന്ന് മനസ്സിലായി, ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ലെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയാണ്, ഞാൻ നേടിയതെല്ലാം വ്യർത്ഥമാ. എന്നിട്ട് പറയണ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു എന്ന് പറഞ്ഞാൽ അതല്ലാതെ മറ്റൊന്നും എന്റെ ലൈഫ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ആമൻ ഒത്തിരി പ്രസംഗങ്ങൾ നിങ്ങൾക്ക് ദൈവവചനത്തിൽ എന്ന ഒരു പ്രസംഗകൻ എന്ന രീതിയിൽ, ഒരു പ്രസംഗക എന്ന രീതിയിൽ മറ്റുള്ളവരെ കേൾപ്പിക്കാൻ വേണ്ടി വാക്ചാതുര്യത്തോടെ നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയും. പക്ഷേ ഈ പൗലോസ് എന്ന അഭിഷക്തൻ നാം വായിച്ച അതേ അധ്യായത്തിൽ, 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയാണ്, ഞാൻ നിങ്ങളോട് അറിയിച്ച സുവിശേഷം, അല്ലെങ്കിൽ നിങ്ങളുടെ അരികിൽ ഞാൻ വന്നത് എന്താ, വചനത്തിന്റെ ഒന്നും വാഗ്വൈഭവം കൂടാതെയാണ്. മനസ്സിലായോ? ഞാന് നല്ല പ്രസംഗ ചാതുര്യത്തോടെ, അല്ലെങ്കിൽ വാക്കുകൾ നല്ല ആശയങ്ങൾ കലർത്തി അലങ്കാരമായി നിങ്ങളെ കേൾക്കാൻ നല്ല ഭംഗിയുടെ ഒരു പ്രസംഗമായിട്ടല്ല ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നത്. അതുപോലെ നന്നായി പ്രസംഗിക്കാൻ അദ്ദേഹത്തിന് അറിയാം. കാരണം അദ്ദേഹം ത്രിപിൾ MA കാരനാണ്, നല്ല അറിവും കഴിവുമുള്ള വ്യക്തിയാ. പക്ഷെ ക്രിസ്തുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ കഴിവും വാക്ചാതുര്യങ്ങളെല്ലാം അതെല്ലാം മാറ്റിവെച്ചിട്ട് അദ്ദേഹം വന്ന് പ്രസംഗിച്ചത് എങ്ങനെയാണെന്നറിയാമോ? ആമൻ, എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ല. ശ്രദ്ധിക്കുക, മനുഷ്യന്റെ ജ്ഞാനത്തിനകത്ത്, മനുഷ്യന്റെ അറിവ് കലർന്ന പ്രസംഗത്തിനകത്ത് കുറച്ചു നേരത്തേക്കെങ്കിലും നിന്നെ ഒരു വശീകരണത്തിനകത്ത് നിർത്താൻ കഴിയും. കൊള്ളാം, നല്ല പ്രസംഗം എന്ന് പറയിപ്പിക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷേ അവിടെ പറയാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തിയും പ്രദർശനവുമാണ് എന്ന് പറഞ്ഞാൽ, അവിടെ പറഞ്ഞിരിക്കുന്ന വചനം ഇങ്ങനെയാണ്, നിങ്ങളുടെ വിശ്വാസത്തിന് ആധാരം. പൗലോസ് പറയാണ്, നിങ്ങളുടെ വിശ്വാസത്തിന് ആധാരം, ആമേൻ, എന്താണ്? പരിശുദ്ധാത്മാവിന്റെ ശക്തി. ആധാരം എന്ന് പറഞ്ഞാൽ എന്താ? ആമേൻ, 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 ആമേൻ. ആധാരം എന്ന് പറയുന്നത് ഒരു ഉറപ്പിന്റെ ഉടമ്പടിയാ, അല്ലെ? ഹല്ലേലൂയ. ഒരു വസ്തു അല്ലെങ്കിൽ വീടൊക്കെ വാങ്ങുമ്പോൾ അതിന്റെ ഉറപ്പിന്റെ ഉടമ്പടിയാണ് എന്ത്? ആമേൻ, ആമേൻ, ആമേൻ. ആധാരം എന്ന് പറയുന്നത് ഒരു അടിസ്ഥാനമാണ്. ആധാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആമേൻ ഇവിടെ പറയാണ്, നാം ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നവരുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്, ആധാരം എന്ന് പറയുന്നത്, ഉടമ്പടി എന്ന് പറയുന്നത്, കേൾക്കുന്നവന്റെ ഹൃദയത്തിനകത്തേക്ക് ഒരു ദൈവ ശക്തിയുടെ വ്യാപാരം, ഒരു അഭിഷേകത്തിന്റെ കൈമാറ്റം, ഒരു ദൈവിക ചലനം, ഒരു ആത്മാവിന്റെ ഇടപെടൽ കൊടുക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ നിന്റെ പ്രസംഗം ജ്ഞാനത്തിന്റെ വശീകരണം മാത്രമാ. ആമേൻ. പരിശുദ്ധാത്മാവിൽ പൗലോസ് പറയാണ്, എന്റെ വചനവും എന്റെ പ്രസംഗവും ഞാൻ നേടിയെടുത്ത കഴിവിൽ നിന്നല്ല, പരിശുദ്ധാത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ പ്രദർശനം. ഹല്ലേലൂയ. റിവൽ കമനഘടകസ്യ. ഇതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവന് കൊടുക്കുന്നത് എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ കൈമാറ്റം. ഹല്ലേലൂയ എന്ന് പറഞ്ഞ് നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത്, നിന്റെ വചന ധ്യാനത്തിനകത്ത്, നിന്റെ സംസാരങ്ങൾക്കകത്ത്, നീ സംസാരിക്കുന്ന വ്യക്തികളുടെ ഹൃദയത്തിനകത്തെ ചലഞ്ച് ചെയ്യുവാൻ കഴിയുന്ന, ആ ഹൃദയത്തെ സ്പർശിക്കുവാൻ കഴിയുന്ന, ആ ഹൃദയത്തിന് മാറ്റങ്ങൾ വരുത്തുവാൻ കഴിയുന്ന, ആ ഹൃദയത്തിന് രൂപാന്തരങ്ങൾ വരുത്തുവാൻ കഴിയുന്ന പരിശുദ്ധാത്മാവിന്റെ കൈമാറ്റം, പരിശുദ്ധാത്മാവിന്റെ ശക്തി, ഇത് ദൈവത്തെ സ്നേഹിക്കുന്ന ഒരുവന് കൊടുക്കുന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല. പൗലോസ് എന്ന അഭിഷക്തൻ, പത്രോസ് എന്ന അഭിഷക്തന്മാര്, അതെ, അവരിൽ കൂടി ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ചത് കണ്ണ് കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളാ. പത്രോസ് എന്ന അഭിഷക്തന്റെ നിഴലിനകത്തൂടി ദൈവശക്തി പുറപ്പെട്ടു. ആരെങ്കിലും മുൻപ് കേട്ടിട്ടുള്ള കാര്യങ്ങളാണോ? അല്ല. മുൻപ് കണ്ടിട്ടുള്ള കാര്യങ്ങളാണോ? അല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവൻ എങ്ങനെയാ സ്നേഹിക്കുന്നത്? യേശു കർത്താവ് പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, എന്റെ കൽപ്പന പ്രമാണിക്കും. എന്താ യേശുവിന്റെ കൽപ്പന? അതാണ് നാം മുമ്പേ പറഞ്ഞത്. എല്ലാ കൽപ്പനകളെയും കൂടി ക്രോഡീകരിച്ചിട്ട് പറയാണ്, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്നൊരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഹല്ലേലൂയ. എന്താണ്? ആ സ്നേഹ സ്വരൂപനായതുകൊണ്ട്, സ്നേഹം കൊണ്ട് വീണ്ടെടുത്തത് കൊണ്ട് പറയാണ്, തമ്മിൽ തമ്മിൽ സ്നേഹമില്ലാതെ, ഭാര്യ ഭർത്തൃ ബന്ധത്തിനകത്ത് സ്നേഹമില്ലാതെ,
കുടുംബജീവിതത്തിനകത്ത് സ്നേഹമില്ലാതെ, അപ്പൻ മക്കൾ തമ്മിൽ സ്നേഹമില്ലാതെ, പാസ്റ്റർ വിശ്വാസികൾ തമ്മിൽ സ്നേഹമില്ലാതെ, കുടുംബങ്ങൾ തമ്മിൽ സ്നേഹമില്ലാതെ, ചർച്ചിനകത്ത് സ്നേഹമില്ലാതെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്നുണ്ടെങ്കിൽ അവിടെ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങുന്നില്ല, പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നില്ല എന്നൊരു തിരിച്ചറിവിലേക്ക് ഇന്ന് പ്രഭാതത്തിൽ മടങ്ങി വന്നുകൊള്ളണം. ഹാലൽ ചടങ്ങുകൾ അവിടെ നടക്കുന്നുണ്ടാകാം, പ്രാർത്ഥനകളും ആരാധനകളും വചന പ്രസംഗങ്ങളൊക്കെ നടക്കുന്നുണ്ടാകാം, പക്ഷേ ദൈവ സാന്നിധ്യം അവിടെ ഇല്ല. കാരണം എന്റെ യേശു സ്നേഹ സ്വരൂപനാണ്. എന്റെ യേശുവിന്റെ രാജ്യത്തിനകത്ത് സ്നേഹമല്ലാതെ മറ്റൊന്നുമില്ല, ക്ഷേമമല്ലാതെ മറ്റൊന്നുമില്ല. അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കാണാത്തത്. അങ്ങനെ സ്നേഹിച്ച് കൽപ്പന പ്രമാണിച്ചുകൊണ്ട് പുറകെ പോയത് കൊണ്ടാണ് പത്രോസ് എന്ന അഭിഷേകത്തിന്റെ നിഴലിനകത്തേക്ക് ആത്മാവ് ഇറങ്ങിച്ചെന്നത്. മനസ്സിലായോ? ഹല്ലേലൂയ. കർത്താവ് ഒത്തിരി വാഗ്ദത്തങ്ങൾ പറഞ്ഞിട്ട് വർഷങ്ങളായി വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് പേര് ഇന്നത്തെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. എത്ര വർഷങ്ങളായി? 15ഓ 30ഓ 40ഓ വർഷമായി ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിന് വേണ്ടി നീ വെയിറ്റ് ചെയ്യുകയാ. എന്തുകൊണ്ട് ആ വാഗ്ദത്തങ്ങൾക്കകത്തേക്ക് നീ ഇറങ്ങുന്നില്ല? എന്തുകൊണ്ട് നിന്റെ ലൈഫിലേക്ക് ആ മിനിസ്ട്രിയുടെ തലം ഓപ്പൺ ചെയ്യുന്നില്ല? എന്തുകൊണ്ട് നിന്നോട് പറഞ്ഞ ദൈവിക വാഗ്ദത്തങ്ങളെ പിടിക്കുവാൻ നിനക്ക് കഴിയുന്നില്ല? ഒരേ ഒരു കാരണം, ആ പുതിയ നിയമത്തിനകത്തേക്ക് വാ, പുത്രന്റെ രാജ്യത്തിനകത്തേക്ക് നീ വാ. അവരെന്തും ചെയ്യട്ടെ, അവരെന്തും പറയട്ടെ, നീ ഒരു വലിയ ഒറ്റപ്പെടലിനകത്താകാം, ആമേൻ ആമേൻ, വലിയൊരു അവഗണനയ്ക്കകത്താകാം, ആമേൻ. ഇതിനകത്ത് ആമേൻ നിനക്ക് ഒറ്റയ്ക്ക് അതിജീവിക്കാൻ പറ്റാതെ ഒത്തിരി മേഖലകൾ ഉണ്ടാകാം. പക്ഷെ നിന്റെ കൂടെ അല്ല, നിന്റെ അകത്തിരിക്കുന്നത് മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രൈസ്റ്റ് ആണ്. ക്രൈസ്റ്റിനകത്തു നിന്ന് സ്നേഹത്തിന്റെ വാക്കുകളല്ലാതെ, സ്നേഹത്തിന്റെ പെരുമാറ്റങ്ങളല്ലാതെ, സ്നേഹത്തിന്റെ സംഭാഷണങ്ങളല്ലാതെ, സ്നേഹത്തിന്റെ മറുപടികളല്ലാതെ ഒന്നും വരാൻ പാടില്ല. എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ചിലരുടെയൊക്കെ ആധരങ്ങൾ എടുത്തടിച്ച് മറുപടി പറയുന്ന, വാമിന് ഉരുളക്കുപ്പേരി പോലെ മറുപടി പറയുന്ന നിന്റെ നാവിനെ ആത്മാവിന് വേണ്ട. പ്രാർത്ഥനാ റൂമിൽ മാത്രം അന്യഭാഷ പറയുകയും ആരാധനയ്ക്ക് തുള്ളിച്ചാടുകയും, എന്നാൽ രഹസ്യ ജീവിതത്തിനകത്തും കുടുംബത്തിനകത്തും ദൈവിക പദ്ധതിയിൽ ഇല്ലാത്തതും ആത്മാവിന് വിരോധമായി നിന്റെ അധരം എന്ന ആയുധത്തെ യൂസ് ചെയ്യുന്ന നിന്റെ പരിശുദ്ധാത്മാവിന് വേണ്ട. എനിക്കറിഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവ് എന്തുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നു? റിസീവ് ചെയ്യുക. ആമേൻ. ആത്മാവ് ആമേൻ സംസാരിക്കുമ്പോൾ ആത്മാവിന് മുന്നിൽ സറണ്ടർ ആകുന്ന, വീണ് കൊടുക്കുന്ന, അപ്പാ പറ്റിപ്പോയി, ഞാനിതാ മടങ്ങി വരുന്നു എന്ന് പറയുന്നവനെയാ കർത്താവിന് വേണ്ടത്. മനസ്സിലായോ? ഹാലലിയ. ജഡത്തെ വിട്ടുകള പൂർണ്ണമായിട്ടും. ജഡത്തിന്റെ ചിന്ത മരണമാ. നിന്റെ ശരീരത്തെയും നിന്റെ ആത്മീക മണ്ഡലത്തെയും ഒക്കെ മരണത്തിലേക്കും ശൂന്യതയിലേക്കും ഇല്ലായ്മയിലേക്കും തള്ളിവിടാൻ അല്ലാതെ ജഡത്തിന് കഴിയത്തില്ല. അതുകൊണ്ട് ജഡത്തിന്റെ ചിന്ത മരണം. ആത്മാവിന്റെ ചിന്തയിലേക്ക് വാ. സ്നേഹിക്കുന്നവൻ ഒരുക്കിയിട്ടുള്ളത് എന്താണെന്നറിയാമോ? നമ്മൾ കേട്ടതുപോലെ തന്നെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? അതാ പൗലോസ് പറഞ്ഞത്, ഞാൻ പ്രസംഗിച്ചത്, ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ എന്റെ വചനം, എന്റെ പ്രസംഗം, ജ്ഞാനത്തിൽ എനിക്കൊന്നും പറയാൻ അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എന്നിൽ നിന്ന് ഞാൻ അറിയാതെ പറയുന്ന ഒരു ആത്മശക്തി. മനസ്സിലായോ? ഞാനല്ല, എന്നെ നിയന്ത്രിക്കുന്ന ഒരാള്. മനസ്സിലായോ? മുൻപ് എങ്ങനായിരുന്നു? അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അത് ചെയ്യരുത്, അങ്ങോട്ട് നോക്കരുത്, ഇങ്ങനെ നിയമമാ. ഇവിടെ ഒരുത്തൻ നിയമം അകത്തേക്ക് വന്നു, ഹൃദയം അവന് വേണ്ടി വിട്ടുകൊടുത്തു. അപ്പാ നീ അല്ലാതെ ഒന്നും എനിക്ക് വേണ്ടപ്പാ എന്ന് പറഞ്ഞ് ഹൃദയത്തെ, മനസ്സിനെ അങ്ങോട്ട് വിട്ടുകൊടുത്തു. അപ്പോഴെന്ത് ചെയ്തു? നമുക്ക് ജയിക്കാൻ കഴിയാത്ത മേഖലകളെ നമ്മെ കൊണ്ട് ജയിപ്പിക്കുന്ന ഒരു നമ്മുടെ അകത്തുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞത്, ക്രിസ്തുവിൽ, ഇൻ ക്രൈസ്റ്റ് പേഴ്സൺ ആകുവാൻ എത്ര പേർ ഇന്ന് പ്രഭാതത്തിൽ ആഗ്രഹിക്കുന്നുണ്ട്? ഞാൻ ക്രിസ്തുവിലായവന്റെ അകത്ത് നിന്ന് ക്രിസ്തുവിന്റെ സ്വഭാവമല്ലാത്തതൊന്നും വരത്തില്ലെന്നേ. ഹല്ലേലൂയ. മനസ്സിലായോ? ക്രിസ്തുവിലായത് എങ്ങനാ? ആമേൻ. ക്രിസ്തുവിലായവന്റെ അകത്താണ് ക്രിസ്തുവിന്റെ ആത്മാവ്, പുത്രത്വത്തിന്റെ ആത്മാവിനെ. അപ്പാ പിതാവേ എന്ന് വിളിക്കുവാൻ ആരുടെ ആത്മാവിനെയാ? പുത്രത്വത്തിന്റെ ആത്മാവിനെ, ക്രിസ്തുവിന്റെ ആത്മാവിനെ. അപ്പൊ ക്രിസ്തു അകത്ത് വസിക്കുന്നവനിൽ എന്താ ഉള്ളത്? പുത്രത്വത്തിന്റെ ആത്മാവ്. ഈ പുത്രത്വത്തിന്റെ ആത്മാവിന്റെ സ്വഭാവങ്ങൾ എന്താണ്? അതാണ് സ്നേഹവും സന്തോഷവും സമാധാനവും ദീർഘക്ഷമയും എല്ലാം. ഇതൊന്നും ഇല്ലെങ്കിൽ പുത്രത്വത്തിന്റെ ആത്മാവല്ല നമ്മൾ. ക്ഷമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പുത്രന്റെ രാജ്യത്തിലല്ല.
പുത്രന്റെ രാജ്യത്തിലുമല്ല, പുത്രത്തിന്റെ ആത്മാവിനകത്തുമല്ല. മനസ്സിലായോ? പിന്നെ ഏത് ആത്മാവിലാണ് അന്യഭാഷ സംസാരിക്കുന്നതെന്ന് ആമേൻ ആമേൻ സ്വയം വിലയിരുത്തിക്കൊള്ളണം. മനസ്സിലായോ? ആലലെ പിശാചിന് നന്നായിട്ട് അന്യഭാഷ പറയാനായിട്ട് അറിയാം. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ആമേൻ 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 പുത്രത്വത്തിനകത്ത്, സ്നേഹത്തിനകത്ത്, സ്നേഹസ്വരൂപന്റെ രാജ്യത്തിനകത്ത്, ഇവിടെ പറയണ കണ്ണ് കാണാത്തത്, ചെവി കേൾക്കാത്തത്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്തത്. ആലലെ മനുഷ്യനായി നിന്നാൽ ശ്രദ്ധിക്കുക, അടുത്തൊരു ആത്മീക ദൂത് ഞാൻ പറയണം. നീ ഒരു മനുഷ്യനായി, കേവലം ഒരു മനുഷ്യനായി നിന്നാൽ ദൈവം നിനക്ക് വേണ്ടി ഒഴുക്കി വെച്ചിരിക്കുന്നത് കാണാൻ കഴിയില്ല. ഹല്ലേലൂയ. മനസ്സിലായോ? മനുഷ്യന്റെ ബുദ്ധിക്കകത്ത്, മനുഷ്യന്റെ ജ്ഞാനത്തിനകത്ത്, പഠിച്ച അറിവിനകത്തുനിന്ന് വചനം വായിച്ചാൽ ആഴമായ വെളിപ്പാടുകൾ കിട്ടില്ല. അതുകൊണ്ടാണ് പൗലോസ് ആത്മാവിൽ സംസാരിച്ചപ്പോൾ അതിന്റെ ഞാൻ വായിച്ച വാക്യം ആമേൻ 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിൽ ഒരു വാക്യം വളരെ ശ്രദ്ധിക്കുക. 11-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യനിൽ ആരറിയും? ഔവണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. ശേഷം പറയുകയാണ് ആമേൻ സ്തോത്രം, ലോകത്തിന്റെ ആത്മാവിനെ നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവാനായി. കേട്ടെ, എന്താണ്? മനുഷ്യനിലുള്ളത് മനുഷ്യാത്മാവല്ലാതെ ആരും അറിയുന്നില്ല. ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. അറിയുകയും ഗ്രഹിക്കുകയും രണ്ടാണ്. ശ്രദ്ധിക്കുക, അറിവ് വേറെ, ഗ്രഹിക്കുന്നത് വേറെ. ദൈവത്തിലുള്ളത് എന്താണ്? ഗ്രഹിക്കണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് വേണം. ആമേൻ സ്തോത്രം. അന്യഭാഷ പറയുന്നത് കൊണ്ട് മാത്രം ആമേൻ വചനം ഗ്രഹിക്കാൻ നമുക്ക് കഴിയില്ല. മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. പുതിയ നിയമത്തിൽ പൗലോസ് എന്ന അഭിഷിക്തൻ പുത്രനായ ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് എഴുതി വെച്ചിരിക്കുന്ന എന്താ? പുത്രൻ ദൈവ മർമ്മമാണെന്ന്, ദൈവത്തിന്റെ മറഞ്ഞിരിക്കുന്ന മർമ്മം. എന്താ അങ്ങനെ? ആ ക്രിസ്തുവിൽ വിശ്വസിച്ച നമ്മൾ ദൈവത്തിന്റെ പുത്രന്മാരാണെന്നുള്ള മർമ്മം ആരാ എഴുതി വെച്ചത്? പൗലോസ് പരിശുദ്ധാത്മാവിൽ എഴുതി വെച്ചതാ. കൂടെ നടന്ന ശിഷ്യന്മാരാരുമല്ല എഴുതി വെച്ചത്, വെളിപ്പാടിൽ കിട്ടിയതാണ് അദ്ദേഹത്തിന്. അല്ലെങ്കിൽ ഞാനും നിങ്ങളും ഒക്കെ വിശ്വാസത്താൽ ക്രിസ്തുവിന്റെ ക്രൂശിനെ വിശ്വസിച്ചപ്പോൾ പിതാവായ ദൈവത്തിന്റെ മകനായി മാറി എന്നത് വെളിപ്പാടാണ്, മറഞ്ഞു കിടക്കുന്ന. പിന്നെ കൊലോസി ലേഖനം 2-ാം അധ്യായം 3-4 വാക്യത്തിൽ പറയുന്ന അവനിൽ, ആരിൽ? ക്രിസ്തുവിൽ ജ്ഞാനത്തിനെയും പരിജ്ഞാനത്തിനെയും നിക്ഷേപങ്ങൾ ഗുപ്തമായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ജ്ഞാനം, അറിവ്, ആമേൻ, പരിജ്ഞാനം, ഇതെല്ലാം ഗുപ്തമായിട്ട് എന്ന് പറഞ്ഞാൽ നിധികളാണല്ലേ, മറച്ചു വെച്ചിരിക്കുകയാണ്. ആരിൽ? ക്രിസ്തുവിൽ മറച്ചു വെച്ചിരിക്കുക. ഇത് ആത്മാവിൽ അന്യഭാഷയിൽ ആരാധിക്കുകയും വചന ധ്യാനങ്ങൾ നടത്തുകയും ചെയ്യുന്നവർക്ക് അഗാധമായ അറിവുകൾ ഉണ്ടാകും. കാരണം എന്താ? ദൈവത്തിന്റെ ജ്ഞാനം ക്രിസ്തുവാ. യേശു ക്രിസ്തുവിനെ സ്നേഹിക്കും തോറും, യേശു ക്രിസ്തുവിനെ അറിയും തോറും, ക്രിസ്തുവിനെ കുറിച്ച് പറയും തോറും, പ്രസംഗിക്കും തോറും ആമേൻ ആമേൻ നമ്മുടെ അകത്ത് അസാധാരണമായ ദൈവിക ജ്ഞാനം വളർന്നുകൊണ്ടിരിക്കും. കാരണം എന്താ? ആമേൻ. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം എന്ന് പറഞ്ഞിരിക്കുന്നത് യഹോവ ഭക്തി. നാം ആ ഭക്തിക്കകത്ത് ജീവിക്കുന്നവരല്ല, പുത്രന്മാരും പുത്രിമാരുമാണ്. മനസ്സിലായോ? പിതാവിൽ മറഞ്ഞിരിക്കുന്ന പുത്രൻ, ആ പുത്രനകത്തിരിക്കുന്ന അല്ലെങ്കിൽ ആ പുത്രനെ ധരിച്ചിരിക്കുന്ന, ആ പുത്രനിൽ ജീവിക്കുന്ന നമ്മൾ ആമേൻ അസാധാരണമായ ദൈവജ്ഞാനത്തിന്റെ ഉറവിടങ്ങളാണ്. മനസ്സിലായോ? ഇങ്ങനെ വചന ധ്യാനങ്ങൾക്കകത്തുകൂടി സഞ്ചരിക്കുന്നവർക്കൊണ്ടാണ് ആമേൻ അവരോടാ പറഞ്ഞിരിക്കുന്നത്, നീ ഒന്ന് സ്നേഹിച്ചു തുടങ്ങി. എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? സ്നേഹം പ്രകടിപ്പിക്കണം, അല്ലെ? സ്നേഹം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയല്ല, അതിനെ പ്രകടിപ്പിക്കണം. ആ പ്രകടിപ്പിക്കുന്നതാണ് ഈ വചനത്തെ അനുസരിക്കുക എന്നുള്ളത്. ഹല്ലേലൂയ. വചനത്തെ പ്രമാണിക്കുക എന്നുള്ളത്. അങ്ങനെ പ്രമാണിച്ചതാണ് ആര്? ആമേൻ. യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, പിതാവിന്റെ വാക്തത്വത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. കർത്താവിന്റെ വാക്കാ അത്. അവരാ വാക്കിനെ അനുസരിച്ചത് കൊണ്ടല്ലേ അവരിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത്. ആണോ? അനുസരണം, അതിനെ പ്രകടിപ്പിച്ചു. അവര് എന്താണോ യേശു കർത്താവ് പറഞ്ഞത് അത് തന്നെ അവര് ചെയ്തു. അപ്പൊ അവരതിനെ അനുസരിച്ചപ്പോൾ എന്ത് ചെയ്തു? അവർക്ക് പറഞ്ഞ വാക്തത്വം അവരിലേക്ക് ഇറങ്ങി. അതുകൊണ്ട് ഇന്ന് പകലിൽ ആത്മാവിൽ ചിലരോട് പറയാണ്, അനുസരിച്ചേ ഒന്ന്. കർത്താവ് പറഞ്ഞു ഇരിക്കാൻ, ഇരുന്ന് കൊടുക്ക്. ഹാലല്. കർത്താവ് പറഞ്ഞു അവരോട് മിണ്ട്. നീ തോറ്റു പോകുന്നതല്ല, അവിടെ നീ ജയിക്കുകയാ. യേശുവിന്റെ സ്വഭാവം നീ അവിടെ വെളിപ്പെടുത്തുമ്പോൾ നീ അവിടെ കാണിക്കുന്ന അനുസരണ, നീ അവിടെ കാണിക്കുന്ന ആ പ്രമാണത്തെ അനുസരിക്കുന്ന ആ കൽപ്പന,
കൽപ്പനയെ അനുസരിക്കുന്ന ആ ഇതുണ്ടല്ലോ, ആമേൻ, അതിനകത്ത് നിനക്ക് വേണ്ടി ആരും കാണാത്തത് ചിലത് തുറന്ന് കാണിക്കാൻ വേണ്ടിയാ, ആരും കേൾക്കാത്ത ചിലത് നിന്നെ കേൾപ്പിക്കാൻ വേണ്ടിയാ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത ചില അനുഗ്രഹങ്ങൾ നിനക്ക് വേണ്ടി തരാൻ വേണ്ടിയാ പറയുന്നത്. നീ ഒന്ന് അനുസരിച്ചേ. നിന്റെ ഹൃദയത്തിനകത്തുനിന്ന് എനിക്ക് അങ്ങോട്ട് കയറി വരാൻ പറ്റുന്നില്ല. എന്താ കാരണം? എനിക്ക് സ്നേഹമില്ലാത്തടുത്ത് വസിക്കാനേ പറ്റത്തില്ല യേശുവിന്. ഹല്ലേലൂയ. അതുകൊണ്ട് നിന്നെ വേണം കർത്താവിന്. ഹല്ലേലൂയ. നിന്നെ ഒന്ന് പ്രസന്റ് ചെയ്യണം കർത്താവിന്. മറ്റാരും ഉയർത്താത്ത ചില മേഖലകളിൽ നിന്നെ കർത്താവിന് ഉയർത്തി നിർത്തണം. മറ്റാരും ഏൽക്കാത്ത ചില ദൈവിക വെളിപ്പാടുകൾ നിന്നെ ഏൽപ്പിക്കണം കർത്താവിന്. മനസ്സിലായോ? മറ്റാർക്കും കൊടുക്കാത്ത ചില ദൈവിക കൃപാവരങ്ങൾ നിന്നെ ഏൽപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ സ്നേഹത്തിലേക്ക് മടങ്ങി വാ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കാണ് ഇതെല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് ഹല്ലേലൂയ. ഇവിടെ പറയാണ്, നാം വായിച്ച അതേ വാക്യം താഴോട്ട് വായിക്കുമ്പോൾ ആത്മാവ് ദൈവത്തിന്റെ ആഴങ്ങളെ ആരായുന്നു. ആരായുക എന്ന് പറഞ്ഞാൽ എന്താ? സെർച്ച് ചെയ്യുക, അന്വേഷിക്കുക. ആമേൻ. ദൈവത്തെ സ്നേഹിക്കും തോറും എന്ത് ചെയ്യാണ്? മറഞ്ഞിരിക്കുന്ന വചന വെളിപ്പാടുകൾ അറിഞ്ഞു കിട്ടും. ദാവീദ് പറഞ്ഞു, എന്റെ ധ്യാനത്തിങ്കൽ തീ കത്തി. എങ്ങനെയാ ധ്യാനത്തിങ്കൽ തീ കത്തി എന്ന് പറഞ്ഞാൽ? ഒരു വചനം ഹൃദയത്തിനകത്തേക്ക് വന്നാൽ അതിനെ ധ്യാനിക്കുക, നീ വിശ്വാസം ഡിക്ലെയർ ചെയ്യുക. നെഗറ്റീവ് പറയല്ല. ജീവിത സാഹചര്യങ്ങൾ മുഴുവനും പ്രതിസന്ധികൾ നിറഞ്ഞതാണ്. ആമേൻ. ഒരു രീതിയിൽ നോക്കിയാലും നിനക്ക് സമാധാനിക്കുവാനായിട്ടുള്ള ഒരു സാധ്യതയില്ല. പക്ഷേ ഇന്ന് പകല് ദൈവാത്മാവ് പറയാണ്, സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആരും കാണാത്തത് നിന്നെ കാണിക്കും. സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആരും കേൾക്കാത്തത് നിന്നെ കേൾപ്പിക്കും. അതുകൊണ്ട് യിരെമ്യാ പ്രവാചകൻ പറഞ്ഞത്, എന്നെ ഒന്ന് വിളിച്ചപേക്ഷിക്ക്, മറ്റാർക്കും കൊടുക്കാത്ത മഹത്തായ അഗോചരമായ മറഞ്ഞിരിക്കുന്ന വെളിപ്പാടുകൾ നിനക്ക് ഞാൻ വെളിപ്പെടുത്തി തരാം. എത്ര പേർ ഇന്ന് പകലിൽ അത് ആഗ്രഹിക്കുന്നുണ്ട്? എനിക്ക് വേണം അത്. ഇവിടെ കിട്ടാനായിട്ടുള്ള ഏതെങ്കിലും കസേരയല്ല നിനക്ക് വേണ്ടത്. ഇവിടെ കിട്ടാനുള്ള സ്ഥാനമാനങ്ങളല്ല നിനക്ക് വേണ്ടത്. ഇവിടെ കിട്ടാനുള്ള ഒരു വലിയ വീടോ കാറോ അല്ല നിനക്ക് വേണ്ടത്. ഇവിടെ കിട്ടാനുള്ള മക്കളുടെ നല്ല ഭാവി അല്ല നിനക്ക് വേണ്ടത്. നിന്നെ വീണ്ടെടുത്തത്, നിന്നെ വിളിച്ചത് നിത്യതയ്ക്ക് വേണ്ടിയാ. ദൈവരാജ്യത്തെ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയാ നിന്നെ സെലക്ട് ചെയ്തത്. യേശുവിനെ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയാ, ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ വേണ്ടിയാ നിന്നെ വിളിച്ചു വേർതിരിച്ചത്. അതിനു വേണ്ടിയാ രക്തം നിനക്ക് നൽകിയത്. അതുകൊണ്ടാ പറയുന്നത്, ഈ കാണുന്നതല്ല കർത്താവ് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്, അതെല്ലാം നിന്റെ പുറകെ വരുന്ന കാര്യങ്ങളാ. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും, ഞാൻ അതിനെ നോക്കി പോകുകയല്ല. മനസ്സിലായോ? നീ അതിനെ നോക്കി പോകുന്നിടത്തോളം കാലം നീ ഇങ്ങനെ ശൂന്യതയെ കൂടി സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ഒരിക്കലും നിനക്കതിനെ നേടിയെടുക്കാൻ കഴിയത്തില്ല. പക്ഷേ ലക്ഷ്യമൊന്ന് മാറ്റിക്കേ, സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തെ വെളിപ്പെടുത്തുന്നു. അതുകൊണ്ടാ പറഞ്ഞ്, നിങ്ങൾ ക്രിസ്തുവിന്റെ സ്ഥാനാപതികൾ, പകരക്കാരെന്ന് പറഞ്ഞാൽ യേശു കർത്താവ് എന്ത് ചെയ്യുവാൻ ഈ ഭൂമിയിൽ ആഗ്രഹിക്കുന്നുണ്ടോ അത് ചെയ്യാൻ വേണ്ടി ആ പുത്രന്മാരെ പുത്രിമാരെ സെലക്ട് ചെയ്തിരിക്കുകയാ. വചനം പറയുന്നു, പിതാവ് എന്നെ അയച്ചതുപോലെ തന്നെ. ഹല്ലേലൂയ. പിതാവ് എന്നെ അയച്ചതുപോലെ തന്നെ ഞാൻ നിങ്ങളെയും അയക്കുന്നു. പിതാവ് എന്തിനാ പുത്രനെ അയച്ചത്? പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കാൻ വേണ്ടി അയച്ചത്. ഹല്ലേലൂയ. അതുകൊണ്ട് ചില കുടുംബങ്ങൾക്കകത്തുള്ള പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കാൻ നിയോഗമുള്ള പുത്രത്വത്തിന്റെ ആത്മാവ് നിന്റെ മേലുണ്ട്. മനസ്സിലായോ? ആമേൻ. ചില കുടുംബങ്ങളുടെ തകർച്ചകളെ മാറ്റുവാൻ പുത്രത്വത്തിന്റെ ആത്മാവ് നിന്റെ അകത്തുണ്ട്. ആമേൻ, ആമേൻ. ചില അസമാധാനത്തിന്റെ വിത്തുകൾ വിതയ്ക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ കീഴടക്കുവാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവ് നിന്റെ മേലുണ്ട്. ആമേൻ, 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 ആമേൻ. ഇരുട്ടിന്റെ തേർവാഴ്ചകൾ നടത്തുന്ന ചില ദേശങ്ങളെ കീഴടക്കുവാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവ് നിന്റെ മേലുണ്ട്. ഭീരത്വത്തിന്റെ ആത്മാവല്ല. മനസ്സിലായോ? ധൈര്യത്തിന്റെ, സ്നേഹത്തിന്റെ, സുബോധത്തിന്റെ ആത്മാവ്. ഇതാണ് സ്നേഹിക്കുന്നവന് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത്. മനസ്സിലായോ? ആ സ്നേഹിച്ചു തുടങ്ങിയാൽ നിന്റെ അകത്തുനിന്ന് ദൈവശക്തി പുറപ്പെടും. സ്നേഹിച്ചു തുടങ്ങി പത്രോസിനോട് ആമേൻ, ആമേൻ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം 3 തവണ യേശു കർത്താവ് ചോദിച്ചു, ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഹല്ലേലൂയ. യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം നിന്നോടും അതേ തന്നെ ചോദിക്കുന്നത്, ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നിന്റെ ഭർത്താവിനേക്കാൾ, നിന്റെ ഭാര്യയേക്കാൾ, നിന്റെ മക്കളെക്കാൾ, നിന്റെ ജോലിയേക്കാൾ, നിന്റെ സ്ഥാനമാനങ്ങളെക്കാൾ, നിനക്കിന്നുള്ള സർവ്വത്തിനേക്കാൾ നീ എന്നെ ഒന്ന് സ്നേഹിച്ചു തുടങ്ങിയാൽ പത്രോസേ, നീ എന്റെ ആടുകളെ മേയ്ക്കും, കുഞ്ഞാടുകളെ മേയ്ക്കും എന്ന് പറഞ്ഞാൽ എന്താ? സഭയെ പരിപാലിക്കുമെന്ന് അവിടെ പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ എന്റെ വാക്കുകളെ നിർത്തുകയാ. വേഗത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? പത്രോസിനോട് ചോദിക്കാൻ കാരണം എന്താ?
സ്നേഹമില്ലാത്തവന് ദൈവസഭയ്ക്കകത്ത് ആമേൻ ആമേൻ അംഗീകാരമില്ല. മനസ്സിലായോ? സഭ എന്ന് പറഞ്ഞാൽ എന്താ? ക്രിസ്തു തലയായും അവനിൽ വിശ്വസിക്കുന്ന ആമേൻ 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 കോടിക്കണക്കിന് ജനം ഈ ഭൂമിയിലുണ്ട്. എത്ര പേർ ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിട്ടുണ്ടോ അവരെല്ലാവരും ചേർന്ന ദൈവസഭ. മനസ്സിലായോ? ഈ സഭയ്ക്കകത്ത് സ്നേഹമല്ലാതെ ഒരൊറ്റ കർത്താവ് ഉൾപ്പെടുത്തത്തില്ല. അതുകൊണ്ട് പറഞ്ഞപ്പോ പത്രോസേ, ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിച്ചാൽ മാത്രമേ ആമേൻ എന്റെ ശരീരത്തിനകത്ത് നിനക്കൊരു അവയവമായിരിക്കാൻ കഴിയത്തുള്ളൂ. റവന ശരമന ഘടക സന്ദര പ്രബൽക്കമന. നീ ആ ശരീരത്തിന്റെ അവയവമാണെങ്കിൽ ആമൻ കൂട്ടുവേലക്കാരൻ എന്തെങ്കിലും തെറ്റുപറ്റിയാൽ, അവനൊരു അബദ്ധം പറ്റിയാൽ, അവനെന്തിനെ നെഗറ്റീവ് സംസാരിക്കുന്നവനല്ല നീ. മനസ്സിലായോ? കൈക്കൊരു മുറിവ് പറ്റിയാൽ കാലിനും വേദനയാ, ശരീരം മുഴുവനും അതിന്റെ ഫീലിംഗ് ഉണ്ടാകും. കാലിന് മുറിവ് പറ്റിയാൽ ആ ശരീരം മുഴുവനും അതിനെ ആമേൻ മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ കളിയാക്കുന്ന ആമേൻ 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 ഈ സഭയോട് ചേർന്ന് നിൽക്കുന്നവനെ ഒറ്റപ്പെടുത്തുന്ന, അവഗണിക്കുന്ന, കളിയാക്കുന്ന, അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്ന ഏതെങ്കിലും ഒക്കെ പൈശാചിക സ്പിരിറ്റിന് അടിമയാണ് നീ എങ്കിൽ ഇന്ന് പകലിൽ ആ സഭയ്ക്കകത്ത് നിനക്ക് സ്ഥാനമില്ല. ആ ശരീരത്തിനകത്ത് നിന്നെ അവയവമായി വെക്കുവാൻ എന്റെ കർത്താവ് സമ്മതിക്കത്തില്ല. മനസ്സിലായോ? സ്നേഹസ്വരൂപിന്റെ രാജ്യത്തിനകത്ത് സ്നേഹമല്ലാതെ മറ്റൊന്നുമില്ല. ആ ശരീരത്തിനകത്ത് തല പറയുന്നത് ആ ശരീരം ചെയ്യുന്നത്, അല്ലെ? ബ്രെയിൻ എന്ത് പറയുന്നുവോ അതാണ് നമ്മുടെ ശരീരാവയവങ്ങൾ ചെയ്യുക. നിന്റെ ശരീരം, നിന്റെ ബ്രെയിൻ പറയുകയാണ് ആ വെള്ളമെടുക്ക്, ആ പുസ്തകമെടുക്ക്. ഇതൊക്കെ പറയുമ്പോഴാണ് നിന്റെ കൈ അത് ചലിക്കുക. മനസ്സിലായോ? ക്രിസ്തു എന്ത് പറയുന്നുവോ അത് ചെയ്യാൻ വേണ്ടിയാ നിന്നെ വിളിച്ചത്. മറ്റുള്ളവരെന്തും ചെയ്യട്ടെ, അവരെന്തും പറയട്ടെ, അതിന് ആമൻ തിരിച്ചു പറയാനോ, അതിന് മറുപടി പറയാനോ, അതിനെതിരെ സംസാരിക്കാനോ ആമൻ നിനക്ക് അനുവാദമില്ല. ആമൻ നിനക്കൊറ്റ നിന്നെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയേ ഉള്ളൂ, ക്രിസ്തുവിനെ ഉയർത്തുക. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞത്, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഹല്ലേലൂയ. ബാക്കി ആരെന്തും പറഞ്ഞോട്ടെ, മറ്റുള്ളവരെന്ത് പ്രസംഗവും ചെയ്തോട്ടെ, ആമേൻ, എനിക്ക് പറയുവാൻ, ഞങ്ങൾക്ക് പറയുവാൻ, ഞങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ച ഒരു യേശു ക്രിസ്തുവിനെ കുറിച്ച് മാത്രമേ ഞങ്ങൾക്ക് പറയുവാനുള്ളൂ. ആ ക്രിസ്തുവിന്റെ സ്നേഹത്തെ കുറിച്ച് മാത്രമേ ഞങ്ങൾക്ക് പറയുവാനുള്ളൂ. മനസ്സിലായോ? ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത്, സ്നേഹിക്കുന്നുണ്ടെങ്കിലാ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് അസാധാരണമായത്. സ്നേഹിക്കുന്നുണ്ടെങ്കിലാ നീ കേൾക്കാൻ പോകുന്നത് അത്ഭുതത്തിന്റെ വാർത്തകൾ. സ്നേഹിക്കുന്നുണ്ടെങ്കിലാ മനുഷ്യരാരും കാണാത്ത നന്മകൾ നിന്നിലേക്ക് വരിക. നിന്റെ സ്നേഹത്തിന്റെ ആഴം വർദ്ധിക്കുന്നതിനനുസരിച്ച് നിന്നിലുള്ള കൃപാവരങ്ങളുടെ അളവ് വർദ്ധിക്കും. നിന്റെ സ്നേഹം വർദ്ധിക്കുന്നതിനനുസരിച്ച് നീ അസാധാരണമായ ദൈവശക്തിയാൽ ഉപയോഗിക്കപ്പെടും. അങ്ങനെ 3 തവണ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഹൃദയം പൊട്ടി, ചങ്കു പൊട്ടി. 3 തവണ തള്ളി പറഞ്ഞവൻ ചങ്ക് പൊട്ടി പറഞ്ഞപ്പാ നീ അറിയുന്നു. ഇങ്ങനെ ചങ്ക് പൊട്ടി, അപ്പ പറ്റിപ്പോയപ്പാ, ഇതുവരെയും എന്റെ അധരങ്ങൾ അങ്ങയുടെ ഇഷ്ടം പോലെ ചലിപ്പിക്കാൻ എനിക്ക് പറ്റിയില്ലപ്പാ. എന്റെ ഹൃദയത്തിനകത്ത് ഒത്തിരി ഗൂഢതകൾ ഉണ്ടപ്പാ, അഴുക്കുകൾ ഉണ്ടപ്പാ. ഇന്ന് ഇങ്ങനെ ഒരു സമർപ്പണത്തിലേക്ക് വന്നാൽ നിന്റെ ലൈഫ് മാറുകയാ. മനസ്സിൽ ഇങ്ങനെ ഒരു സമർപ്പണത്തിന് വേറെ ആരും കാണണ്ട, നീയും കർത്താവ് മാത്രം നിന്റെ ഹൃദയത്തെ ഒന്ന് വിട്ടുകൊടുത്തേ. അപ്പാ പറ്റിപ്പോയപ്പാ, എനിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ലപ്പാ, ഇതാ ഞാൻ മടങ്ങി വരുന്നെന്ന് ആ ഹൃദയത്തിനകത്ത് പത്രോസിനെ പോലെ ചങ്ക് പൊട്ടി എന്ന് പറഞ്ഞേ. ഹല്ലേലൂയപ്പാ. അങ്ങനെ പറഞ്ഞത് കൊണ്ടാ അവനെ ആത്മാവ് ഇറങ്ങി വന്നപ്പോൾ എഴുന്നേറ്റ് നിർത്തിച്ചിട്ട് പേടിച്ചൊണ്ടനായിരുന്നു അവൻ, അല്ലെ? പത്രോസ് ആമേൻ പേടിച്ചോടിയവനാ. പക്ഷേ ആമേൻ 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 ഹല്ലേലൂയ. എത്ര പേര് ഒരൊറ്റ പ്രസംഗത്തിനകത്ത് 3000 എണ്ണത്തെ അതിനകത്ത് അവന്റെ മേൽ വ്യാപരിച്ച പുത്രത്വത്തിന്റെ ആത്മാവിന്റെ ധൈര്യം. മനസ്സിലായോ? ഹല്ലേലൂയ. ആ സ്നേഹം അങ്ങ് വെളിപ്പെടുത്തുവാൻ അവൻ കാണിച്ച ധൈര്യം. ആ ഹല്ലേലൂയ. ആമേൻ ആമേൻ. യഹൂദന്മാരാൽ അടികൊള്ളുമ്പോൾ പത്രോസിന്റെ യോഹന്നാന്റെ ധൈര്യം കാണുകയാൽ മറ്റുള്ളവർ ആശ്ചര്യപ്പെട്ടു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കി വെച്ചത് എന്താണെന്നറിയാമോ? എത്ര പ്രശ്നങ്ങൾ വന്നാലും അതിനകത്ത് ധൈര്യത്തോടെ നിൽക്കുവാൻ കഴിയുന്നൊരു ഹൃദയം അവർക്കുണ്ടാകും. മനസ്സിലായോ? ഹല്ലേലൂയ. ഇന്നും നീ ആരാധനയും പ്രാർത്ഥനയും ഉപവാസം ഒക്കെ ഉണ്ടെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ നീ വീണ് പോകുന്നുണ്ടെങ്കിൽ, പ്രതിസന്ധികളുടെ നടുവിൽ നീ അലറി കരയുന്നുണ്ടെങ്കിൽ, ആമേനാമൻ, നിന്റെ അകത്ത് ഭീരുത്വത്തിന്റെ ആത്മാവാ. മനസ്സിലായോ? നിന്റെ സ്നേഹം കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ അകത്ത് വരുന്നില്ല. ആമേൻ. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കും. മനസ്സിലായോ? ദൈവത്തെ സ്നേഹിക്കുന്നവന്റെ അകത്ത് ധൈര്യത്തിന്റെ ആത്മാവ ഉണ്ടാകുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവന്റെ അകത്തുനിന്ന്
ദൈവശക്തിയുടെ കൈമാറ്റമാണ് ഉണ്ടാകുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവന്റെ അധരങ്ങളിൽ നിന്ന് വചനത്തിന്റെ പുതിയ വെളിപ്പാടുകൾ പുറത്തു വരുന്നത്. ദൈവശക്തിക്കകത്ത് ആമേൻ ദൈവത്തെ സ്നേഹിക്കുന്നവനിൽ നിന്ന് നിഴലിനകത്തൂടി അഭിഷേകം വ്യാപരിക്കും. ദൈവത്തെ സ്നേഹിക്കുന്നവന്റെ വസ്ത്രത്തിനകത്തൂടി അഭിഷേകം വ്യാപരിക്കും. ദൈവത്തെ സ്നേഹിക്കുന്നവന്റെ റൂമാലിനകത്തൂടി അഭിഷേകം വ്യാപരിക്കും. ദൈവത്തെ സ്നേഹിക്കുന്നവൻ എത്ര വലിയ പ്രതിസന്ധികളുടെ നടുവിൽ നിന്നാലും ഒരു സമൂഹം മുഴുവൻ അവനെ ഒറ്റപ്പെടുത്തിയാലും ധൈര്യത്തോടെ പറയും, ക്രിസ്തു തന്നെയാണ് ദൈവം. ഹല്ലേലൂയ. ഇങ്ങനെ ചങ്കുറ്റത്തോടെ പറയാൻ കഴിയുന്നവരെയാണ് കർത്താവിന് വേണ്ടത്. മനസ്സിലായോ? ഹല്ലേലൂയ. കൂടുതൽ പ്രാർത്ഥിക്കുന്നത് കൊണ്ടല്ല, കൂടുതൽ ഉപവസിക്കുന്നത് കൊണ്ടല്ല, കൂടുതൽ കൺവെൻഷൻ കൂടുന്നത് കൊണ്ടല്ല, കൂടുതൽ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യുന്നത് കൊണ്ടല്ല, ആമേൻ ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുന്നത് കൊണ്ടാ. മനസ്സിലായോ? അതുകൊണ്ട് ഇന്ന് ഈ പ്രഭാതത്തിൽ സമർപ്പിച്ചാട്ടെ. ഇന്ന് ചില അഭിഷേക കൈമാറ്റങ്ങൾ ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാ. ഒന്ന് സമർപ്പിച്ചു കൊടുത്തേ. നിന്റെ ഹൃദയത്തിനകത്ത് ഈ സ്നേഹത്തിന്റെ വേര് പൗലോസ് എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയാണ്, ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ വീതി, നീളം, ആഴം, ഉയരം എന്തെന്ന് ഗ്രഹിക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് അവരെ ഇവരെ അനുഗ്രഹിക്കണേ, സഹായിക്കണേ, അത് ചെയ്യണേ, ഇത് ചെയ്യണേ. നോ നോ നോ, അതെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള അപ്പാ, അങ്ങയുടെ സ്നേഹത്തിന്റെ വീതി എനിക്കറിയണം, അങ്ങയുടെ സ്നേഹത്തിന്റെ നീളം എനിക്കറിയണം, അങ്ങയുടെ സ്നേഹത്തിന്റെ ആഴം എനിക്കറിയണം, അങ്ങയുടെ സ്നേഹത്തിന്റെ ഈ ആഴത്തിൽ എന്റെ വേരുകൾ ഊന്നണം. ഒരു ശക്തമായ എത്ര വലിയ കൊടുങ്കാറ്റ് വന്നാലും പറിച്ചെടുക്കുവാൻ പറ്റാത്ത രീതിയിൽ ഉറപ്പുള്ള ഒരു വൃക്ഷമായി അങ്ങയിലുള്ള സ്നേഹത്തിന്റെ വേരുകൾ ഉറയ്ക്കുവാൻ എത്ര പേർ പ്രാർത്ഥിക്കും? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് എന്താ? ആത്മശക്തിയുടെ വ്യാപാരമാ, ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനമാ, ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടുകളാ. അതുകൊണ്ട് ഈ ലോകത്തിൽ കാണുന്നതൊന്നും അല്ലെന്ന് വചനത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞുകൊള്ളണം. ഈ അധ്യായം നിങ്ങൾ വായിച്ചു നോക്ക്. 1 മുതൽ 1, 2, 3 അധ്യായങ്ങൾ വായിച്ചു നോക്ക്. ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടുകളാ സ്നേഹിക്കുന്നവന് ദൈവം കൊടുക്കുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങൾ കേട്ടിട്ടുള്ള ദൂത് പോലെ കാർ തരും, വീട് തരും, അവിടെ പോകും, ഇവിടെ പോകും, ആമേൻ ആമേൻ അമേരിക്ക പോകുമെന്നൊന്നുമല്ല. ദൈവരാജ്യത്തെ പ്രസന്റ് ചെയ്യുവാൻ, ദൈവരാജ്യത്തെ വെളിപ്പെടുത്തുവാൻ ശക്തരായ പോരാളികളെ എഴുന്നേൽപ്പിക്കുന്നതാ ദൈവസ്നേഹം. സമർപ്പിച്ചാട്ടെ. റിമത്തുനാരകൽ കമനഘടകശന്തരെ ജാൽക്കനകത്തന വൈഡകച്ചുരാലകസ്യാന്തരെ. ഹല്ലേലൂയ. ഡിമർഘനാസിയന്ധരാലിയ ഡെസി എന്നൊരു ഡിവൈസ് പരിശുദ്ധാത്മാവിൽ ഞാൻ ഇതിനകത്ത് കാണുന്നുണ്ട്. ആത്മാവിൽ ഒരു ദൂത് പറയുകയാണ്. ദൈവസ്നേഹത്തിന്റെ ആഴം, ദൈവസ്നേഹത്തിന്റെ വീതി, ദൈവസ്നേഹത്തിന്റെ ആമേൻ നീളത്തെ ഗ്രഹിക്കുന്ന ഒരാത്മമണ്ഡലം നീ ഓപ്പൺ ചെയ്താൽ, ആമേൻ നിന്റെ പേഴ്സണൽ ലൈഫില്, നിന്റെ പേഴ്സണൽ പ്രയറിനകത്ത് ആത്മാവും നീയും തമ്മിൽ ആഴമായൊരു കണക്ഷനിലേക്ക് വന്നാൽ ഇതുവരെയും വെളിപ്പെടാത്ത ചില ക്രൈസ്റ്റിന്റെ വെളിപ്പാടുകൾ, മറഞ്ഞിരിക്കുന്ന ചില ഗുപ്ത നിധികൾ ആത്മാവിൽ നീ സെർച്ച് ചെയ്താൽ, ആത്മാവ് ദൈവത്തിന്റെ ആഴങ്ങളെ ആരായുന്ന, നീ ആഴങ്ങൾ ആരായുന്ന ഒരു വ്യക്തിയായി മാറിയാൽ നിനക്ക് വേണ്ടി ചില ഉന്നതമായ വഴികൾ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്ത ചില ശ്രേഷ്ഠകരമായ വഴികൾ പരിശുദ്ധാത്മാവ് നിനക്ക് തുറക്കുവാൻ പോകുന്ന വർഷമാണ് 2026. 8ാം മാസം നിന്റെ ലൈഫിനെ ചേഞ്ച് ചെയ്യുന്ന, നിന്റെ ലൈഫിനകത്ത്, നിന്റെ സ്വപ്നങ്ങൾക്കകത്ത് പരിശുദ്ധാത്മാവിന് ഇടപെടൽ നടക്കുന്ന വർഷമായിരിക്കും. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ഹാലനെ സമർപ്പിച്ചു കൊടുക്കപ്പ. ഈ സ്നേഹത്തിന്റെ മുമ്പ് എന്നെ സമർപ്പിക്കുന്നു. അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ സ്നേഹിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് പറ. നിനക്ക് കഴിഞ്ഞിട്ടില്ല, എനിക്ക് കഴിഞ്ഞിട്ടില്ല. എന്റെ അപ്പനെ ആമേൻ എല്ലാം മറന്ന് സ്നേഹിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. പറയ ആ സ്നേഹത്തിനകത്താ നിന്റെ ലൈഫ് ചേഞ്ച് ആകുന്നത്. ആ സ്നേഹത്തിനകത്താ ഇതുവരെ നീ കേട്ടിട്ടില്ലാത്ത വെളിപ്പാടുകൾ. നീ അസാധാരണമായ ദൈവയോഗമുള്ള ഒരു വ്യക്തിയാ ബിജു. ഡിവൈസ് അസാധാരണമായ ദൈവിക വെളിപ്പാടുകൾ കൊണ്ട് നിറഞ്ഞൊരു വ്യക്തിയാ. പക്ഷേ പല സന്ദർഭങ്ങളിലും അതിനെ പുറത്തെടുക്കുവാൻ കഴിയാത്ത, അപ്ലൈ ചെയ്യാൻ ഒത്തിരി വേദികൾ നീ പ്രതീക്ഷിച്ചു. പക്ഷെ അവിടെ എല്ലാം നിന്റെ വഴി അടച്ചു കളഞ്ഞു. ഹാറാബശന്തരെ ചില മാനുഷികമായ ആമേൻ വാക്കുകൾ കൊണ്ട് അടച്ചു കളഞ്ഞു. ആമേൻ. ഇന്ന് പകലിൽ ആത്മാവ് നിന്നോട് ഉറപ്പ് പറയുകയാണ്, ഇത് നിന്റെ വർഷമാ. റീഗൽ കമന്റരഗസ്തനം തരാതിയ. നിനക്ക് വേണ്ടി ഇതുവരെ തുറക്കാത്ത ചില വഴികൾ ആത്മാവ് തുറക്കുകയാ. ആരും കേൾക്കാത്തത്, ആരും കാണാത്തത്. പേഴ്സണൽ റൂമിനകത്തേക്ക് കയറ്. പ്രാർത്ഥന റൂമിനകത്തേക്ക് ഇന്ന് കടന്നു പോകുന്ന ഈ മരുഭൂമി ഉണ്ടല്ലോ,
അറേബ്യൻ മരുഭൂമിക്കകത്തേക്ക് പൗലോസിനെ കൊണ്ടുപോയിട്ട് ആ ദിവസങ്ങളിൽ അവന് കൈമാറിയ ക്രിസ്തുവിന്റെ വെളിപ്പാട്. ആമേൻ ആമേൻ. അതാണ് ലേഖനങ്ങൾക്കകത്ത് ആത്മാവ് എഴുതി വെച്ചതെങ്കിൽ നിന്റെ ഈ അറേബ്യ മരുഭൂമി പോലെ ശൂന്യതകൾക്കകത്ത്, നിന്റെ മരുഭൂമിക്കകത്ത്, ഒറ്റപ്പെടലിനകത്ത്, അവഗണനയ്ക്കകത്ത് ആമേനാമൻ ചേർത്ത് നിർത്തിയവർ ആമേനാമൻ ഒരു ദാക്ഷിണ്യവുമില്ലാതെ നിന്നെ ഉന്തി തള്ളി കുഴിക്കകത്തേക്കിട്ട നീ ഒരിക്കലും പ്രതീക്ഷിക്കാത്തത് നിന്റെ ലൈഫിൽ സംഭവിച്ചതിന്റെ കാരണം എന്തെന്നറിയാമോ? ആമേൻ. ദൈവത്തിന് പരിശുദ്ധാത്മാവിനെ നിന്നെ പേഴ്സണലായിട്ട് വേണം നിന്നോട് സംസാരിക്കുവാൻ, നിന്നോട് ചിലത് കൈമാറും, ചില വൻ കാര്യങ്ങളെ, മറഞ്ഞിരിക്കുന്ന ചില ഗുപ്ത നിധികളെ നിന്റെ അകത്തേക്ക് തരുവാൻ വേണ്ടിയാ ഈ ഒരു സാഹചര്യത്തിനകത്തേക്ക് നിന്നെ കൊണ്ടിട്ടിരിക്കുന്നത്. അതുകൊണ്ട് സന്തോഷത്തോടെ പൗലോസ് പറഞ്ഞു, ഹല്ലേലൂയ. പൗലോസ് ആമേനാമേ, പരിശുദ്ധാത്മാവ് പൗലോസിനോട് പറയും, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരും. എന്റെ കൃപ നിനക്ക് മതി, നിന്റെ ഈ ബലഹീനതയ്ക്കകത്ത് ആമേനാമേൻ അത് തികവുള്ളതാക്കി നിന്നെ നിർത്തും. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ ശക്തി എന്നിൽ ആവർത്തിക്കേണ്ടതിന് ഞാൻ എന്റെ ബലഹീനതയിൽ പ്രശംസിക്കും. പൗലോസ് പറയാണ്, ക്രിസ്തുവിന്റെ ശക്തി ആമേൻ അഭിഷക്തനാണെന്ന്, ആമേനാമൻ ഒരു ശുശ്രൂഷകനാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പാസ്റ്റർ ബിജു ആമേനാണ്, ബ്രദർ ബിജു, ആരുമാവട്ടെ, നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയാണ്, ക്രിസ്തുവിന്റെ ശക്തി എന്നിൽ ആവസിക്കേണ്ടതിന് ഞാൻ എന്റെ ബലഹീനതയിൽ പ്രശംസിക്കുന്നു എന്ന് പൗലോസ് പറയാണ്. അവൻ നിന്റെ ഈ ബലഹീനതയ്ക്കകത്ത് നീ സന്തോഷിക്കുക. പൗലോസ് അതുകൊണ്ട് ഞാൻ സന്തോഷിക്കും, സന്തോഷിക്ക്. ആമേൻ 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 ആമേൻ. എന്റെ കൃപ എന്താണെന്ന് നിന്നിൽ കൂടി വെളിപ്പെടുത്തും. ആ കൃപയ്ക്കകത്ത് ഒരുവനെ എങ്ങനെ ആത്മാവ് ഉയർത്തുമെന്ന് നിന്റെ ലൈഫിൽ കൂടി ഞാൻ തെളിയിക്കും. ആ കൃപ ഒരുവിന്റെ മേൽ ഇറങ്ങി വന്നാൽ, ആമേൻ, ആ സ്നേഹം ഒരുവിന്റെ മേൽ ഇറങ്ങി വന്നാൽ, ആമേൻ, വചനം പറഞ്ഞതുപോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കമെന്നല്ല ഒരുക്കി വച്ചിരിക്കുന്നത്, നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാ. പ്രബൽക്കമനാദിയ ഇനി ഒരുക്കുമെന്നല്ല, നിനക്ക് വേണ്ടി ഒരുക്കി വെച്ച് കഴിഞ്ഞു. വിശ്വാസത്തിൽ നീ അതൊന്ന് റിസീവ് ചെയ്യാമോ? വിശ്വാസത്തിൽ അപ്പ ഐ എം റെഡി എന്നൊന്ന് പറ, ഐ എം റെഡി എന്ന് പറ, ഞാൻ സന്തോഷിക്കുന്നെന്ന് പറ, ഈ മരുഭൂമിയിൽ ഐ എം സോ ഹാപ്പി എന്ന് പറ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയമെടുക്കുകയോ. ആമേൻ ആമേൻ ആമേൻ. നിന്റെ തലങ്ങൾ മാറുകയോ, തലങ്ങൾ മാറുകയോ. വിശ്വാസത്താൽ റിസീവ് ചെയ്യുക. ഒന്നും വേണ്ട, നിന്റെ ഒരു പ്രവർത്തികളും വേണ്ട, വിശ്വസിക്കുക മാത്രം, അത് നടക്കും. ഓരോ ദിവസം ഡിക്ലെയർ ചെയ്യുക. അഭിഷേകത്തോടെ ചലിച്ചു തുടങ്ങി ആത്മാവിൽ ആഴമായ ഒരു ദൈവിക, ആഴമായ ഒരു പരിശുദ്ധാത്മാവിന്റെ ആലോചന പറയണം. പത്രോസിന്റെ നിഴലിൽ അഭിഷേകം വ്യാപരിച്ചുവെങ്കിൽ നിന്റെ സാന്നിധ്യത്തിനകത്ത് അഭിഷേക കൈമാറ്റം നടക്കും. പരിശുദ്ധാത്മാവ് നിനക്ക് ഉറപ്പ് പറയുകയോ, ഉറപ്പ് തരികയോ, നിന്റെ സാന്നിധ്യത്തിനകത്തൊരു കൈമാറ്റം. അതാ പറയുന്നത്, നിങ്ങളുടെ വിശ്വാസത്തിന്റെ ആധാരം എന്ന് പറഞ്ഞാൽ ഉറപ്പ് എന്താ? പരിശുദ്ധാത്മാവിന്റെ ശക്തിയും പ്രദർശനവുമായിരുന്നു. ഹല്ലേലൂയ. ആമേൻ ആമേൻ ആമേൻ. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയോ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ, ധൈര്യത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരി. എനിക്കറിയാം സമയം അതിക്രമിച്ചിരിക്കുന്നു, ഞാൻ വേഗത്തിൽ നിർത്താം. ഇന്ന് പകലെല്ലാം സാധാരണമായ നിയോഗത്തിന്റെ ദിവസമാ. ആമേൻ 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 ആമേൻ. പ്രാർത്ഥിക്കൂ, ധൈര്യത്തോടെ പ്രാർത്ഥിക്കൂ. ഈ സ്നേഹത്തിനകത്തേക്ക് അതാ പാടിനെ ഇറക്കണമേ, എനിക്കിത് അറിഞ്ഞുകൂടാ, ഇതിനെ അളക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ആ വചനം പറഞ്ഞു, ഇതിന്റെ വീതി നീ അറിയണം, ഇതിന്റെ ആഴം നീ അറിയണം, ഇതിന്റെ നീളം നീ അറിയണം, അത് ഗ്രഹിക്കണം എന്നാ പറഞ്ഞിരിക്കുന്ന. പറഞ്ഞാൽ അതിന്റെ എല്ലാ മേഖലകളും നീ പഠിച്ചിരിക്കണം. ആമേൻ. ക്രിസ്തുവിന്റെ സ്നേഹം ഏതൊക്കെ രീതിയിലായിരുന്നുവെന്ന് അതിന്റെ എല്ലാ മേഖലകളെ നീ ഗ്രഹിക്കണമെന്ന്. ആ ചേലവർഗനുകളുടെ പ്രബൽക്കമനാദിയാന്തര് ശക്തിയോടെ ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ, അഭിഷേകത്തോടെ പ്രാർത്ഥിച്ചാട്ടെ, ആത്മനിയോഗത്തോടെ പ്രാർത്ഥിച്ചാട്ടെ. ആമേൻ ആമേൻ. മീര ഷാമസിയ ചിമേലകസന്തര് പരിശുദ്ധാത്മാവിൽ ഇന്ന് പ്രഭാതത്തിൽ ആത്മാവ് നിന്നോട് പറയാണ്, നിന്റെ പേഴ്സണൽ പ്രാർത്ഥന റൂമിനകത്ത് നീ ഒരു പോരാളിയാ, ക്രിസ്തുവേശുവിന്റെ നല്ല ഭടനായി നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കായ തിമത്തിയോസിനോട്, ആമൻ, നിജപുത്രനോട് പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവ് നിന്നോട് പറയാണ്, അനവധി കഷ്ടങ്ങളിൽ കൂടി, അനവധി പ്രതിസന്ധികളിൽ കൂടി നിന്നെ കൊണ്ടുപോകുന്നതിന്റെ ഉദ്ദേശം എന്താണെന്നറിയാമോ? ഒരു പോരാളിയെ വാർത്തെടുക്കുകയാ, ഒരു പടയാളിയെ വാർത്തെടുക്കുകയാ. ആമേൻ ആമൻ. ഒരു പട്ടാളക്കാരൻ ആമൻ എങ്ങനെ രാജ്യത്തിന് വേണ്ടി ആമൻ കാവൽക്കാരനായി നിർത്തുമോ? കണ്ണിമ ചിമ്മാതെ, ആമേൻ ആമേൻ, കണ്ണിമ ചിമ്മാതെ ജാഗ്രതയോടെ നിൽക്കുന്ന ഒരു പടയാളി.
ആമേൻ ആമേൻ ആമേൻ. ശത്രു ഏത് മേഖലയിൽ കൂടി കടന്നു വന്നാലും അതിനെ ആമേൻ 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 ജയിക്കുന്ന, ശത്രുവിനെ കീഴടക്കുന്ന അത്ര ജാഗ്രതയുള്ള ഒരു വ്യക്തിയെ പോലെ പരിശുദ്ധാത്മാവ് നിന്നെ പണിതുകൊണ്ടിരിക്കുകയാ. അചാലാമശന്ധര പ്രബൽഖമനാദി. നിന്റെ പ്രാർത്ഥനാ റൂമിനകത്ത് നിന്റെ ഉറക്കത്തിൽ ചില ദർശനങ്ങൾ, ചില രാജ്യങ്ങളെ കുറിച്ചുള്ള ദർശനങ്ങൾ, ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്ന ചില ദർശനങ്ങൾ ആത്മാവ് കൈമാറിയത് അതെല്ലാം പ്രസന്റ് ചെയ്യുവാൻ ചില വേദികൾ നിനക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. പരിശുദ്ധാത്മാവ് അതിനെ പ്രസന്റ് ചെയ്യുവാൻ, ആമേൻ ആമേൻ, അതിനെ പ്രദർശനമാക്കി മാറ്റുവാൻ ചില വേദികൾ ആത്മാവ് നിനക്ക് വേണ്ടി ഒരുക്കുകയാ. അതുകൊണ്ട് ആമേൻ ഓമേൻ ഒരുങ്ങുക, പ്രാർത്ഥനകൾ വർദ്ധിക്കുക, ആത്മാവിൽ പോരാടുക. പോരാളികൾക്ക് വിശ്രമമില്ല. ആമേൻ. കാവൽക്കാരന് വിശ്രമമില്ല. ഹബക്കൂക്ക് പറഞ്ഞു ദർശനത്തിന് അവതരിച്ചിരിക്കുന്നു. പക്ഷേ അതിന്റെ ഫസ്റ്റ് വാക്യത്തിൽ പറയാണ്, യഹോവ എന്നോട് ചോദിക്കുന്ന കാര്യത്തിന് ഞാൻ എന്ത് പറയുമെന്ന് ആവലാതി. മനസ്സിലായോ? അവൻ എന്നോട് ചോദിക്കുമ്പോൾ കൃത്യമായ മറുപടി എനിക്ക് കൊടുക്കണമെന്നുള്ളൊരു ആവലാതി അവന്റെ അകത്തുണ്ടായിരുന്നു. അതുകൊണ്ട് കൃത്യമായ മറുപടി കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ജാഗ്രതയോടെ ഏൽപ്പിച്ച കാര്യത്തിനകത്ത് വളരെ ഉത്തരവാദിത്വ ബോധമുള്ളവളായി മാറുക. പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, നിന്റെ അകത്ത് ഇട്ടിരിക്കുന്ന അഭിഷേകത്തെ ജ്വലിപ്പിക്കുക. ഒരു മനുഷ്യനും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത, ഒരു സംഘടനകൾക്കും ഒതുക്കി വെക്കാൻ കഴിയാത്ത നിലവാരത്തിൽ ആത്മചൈതന്യം ഇവൽക്കവന്റരകത്തുനാദി വൈഡപ്രമണ്ഡൽ ചാലവൈഡമാനകശന്തരെ. അഭിഷേകത്തിന്റെ ഒരു ഒഴുക്ക്. വചനം പറയുന്നത് വിശ്വസിക്കുന്നവന്റെ അകത്ത് നിന്ന് എന്താ? ജീവജലത്തിന്റെ നദികൾ, കൃപാവരങ്ങളുടെ ഒരു പാക്കേജ് പരിശുദ്ധാത്മാവ് നിനക്ക് കൈമാറുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആമേൻ. മടുത്തു പോകേണ്ട. ഷാൽമാന റീബാല സച്ചല റിബൽഖമന അർത്ഥല വേദക വൈഡമനന്ധര വത്സൽ ജാനകസ്കന്ധരെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയമെടുക്കുക. പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ, സമർപ്പിച്ചാട്ടെ. അപ്പാ അടി ഇന്നിതാ സമർപ്പിക്കുന്നപ്പാ. ആമൻ. ഇതുവരെയുള്ള ചിന്തകൾക്കെല്ലാം ഫുൾ സ്റ്റോപ്പ് ഇട്. ആമൻ. നെഗറ്റീവ് ചിന്തകൾക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്. അവൻ സർവത്തെ ജയിച്ചവനാ നിന്റെ അകത്തിരിക്കുന്നത്. മരണത്തെ ജയിച്ചവനാ നിന്റെ അകത്തിരിക്കുന്നത്. പിശാചിനെ തകർത്തവനാ നിന്റെ അകത്തിരിക്കുന്നത്. ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാ നിന്റെ അകത്തിരിക്കുന്നത്. മഹത്വത്തിന്റെ പ്രത്യാശയാ നിന്റെ അകത്തിരിക്കുന്നത്. തോറ്റ ഒരു കർത്താവല്ല നിന്റെ അകത്ത്. കാൽവറിയിൽ ജയാളിയായവനാ നിന്റെ അകത്ത്. അതുകൊണ്ട് മരണത്തെ ഭയമോ രോഗത്തെ ഭയമോ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, എന്തിനെങ്കിലും ഭയപ്പെടുന്നുണ്ടെങ്കിൽ നീ ഇപ്പോഴും ഭീരുത്വത്തിന്റെ ആത്മാവിനകത്ത് അതിനെ പൊട്ടിക്ക്. യേശുവിന്റെ നാമത്തിൽ പൊട്ടിക്ക്. നിന്റെ അകത്ത് വന്നത് എന്താണെന്നറിയാമോ? ധൈര്യത്തിന്റെ ആത്മാവാ. ഓ, സ്നേഹത്തിന്റെ ആത്മാവ്, സുബോധത്തിന്റെ ആത്മാവാ നിന്റെ അകത്ത് തന്നത്. നീ സ്നേഹസ്വരൂപന്റെ രാജ്യത്തിനകത്ത്. അവിടെ നിന്ന് ഒരുത്തിനും നിന്നെ തൊടത്തില്ല. മനസ്സിലായോ? ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നെ വിടുവിച്ചു സ്നേഹസ്വരൂപന്റെ രാജ്യത്തിനകത്ത്. അതുകൊണ്ട് നിന്നെ തൊടാൻ ഒരുത്തിനും കഴിയത്തില്ല. പരിശുദ്ധാത്മ നിമ്മി ജോസ് സഞ്ചര പ്രബൽക്കമനാദിയാന്തരെ. പരിശുദ്ധാത്മാവ് നിന്നോട് നിന്നെ തൊടത്തില്ല. നിന്റെ അകത്തുള്ള ഭയം, ആമേൻ ആമേൻ ആമേൻ, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ലെന്ന് ധൈര്യപ്പെട്. ഏതു വലിയ പ്രശ്നത്തിന്റെ മുൻപിലും, എത്ര വലിയ ഭയാനകമായ പ്രതിസന്ധികൾക്ക് ഇടയിലും ധൈര്യത്തോടെ നിൽക്കുവാൻ പുത്രത്വത്തിന്റെ നീ മകളാ. മനസ്സിലായോ? മകളാ നീ. അപ്പന്റെ അടുത്തേക്ക് ഓടിച്ചെന്നിട്ട് മാറിലേക്ക് വീഴ്, മാറിലേക്ക് കിടക്ക്. പാസ്റ്ററെ ആശ്രയിക്കുകയല്ല, പാസ്റ്റർമാരെയും പ്രവാചകന്മാരെയും പ്രവാചികമാരെയും ഒക്കെ ആശ്രയിച്ച് ഓടുകയല്ല. നിന്റെ പേഴ്സണൽ പ്രാർത്ഥന റൂമിനകത്ത് ഒരപ്പൻ മകൾ ബന്ധത്തിനകത്തേക്ക് വാ. അപ്പാ പിതാവേ എന്ന് വിളിച്ചിട്ട് അപ്പന്റെ മാറിൽ ചേർന്ന ഹൃദയം പൊട്ടിയെന്ന് കരഞ്ഞ് ഹല്ലേലൂയ. ചങ്ക് തകർന്നിട്ടൊന്ന് പറപ്പ, അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ ഒന്നും എനിക്കാകാൻ പറ്റിയില്ല. പക്ഷേ ആമേൻ ആമേൻ ആമേൻ, നിന്റെ ഹൃദയത്തിനകത്തുള്ള തീവ്രമായ ആഗ്രഹത്തെ ആത്മാവിന്ന് കാണുകയോ. നിന്റെ ഹൃദയത്തിനകത്ത് എന്തെല്ലാമോ കർത്താവിന് വേണ്ടി ചെയ്യുവാൻ, എന്തെല്ലാമോ ആയിത്തീരുവാൻ എത്ര ശ്രമിച്ചിട്ടും കഴിയുന്നില്ല. നിന്റെ ശ്രമമെല്ലാം അവിടെ നിർത്തിയിട്ട് വിശ്വസിക്ക്, എന്നെ കൊണ്ട് കഴിയും, എന്നെ കൊണ്ട് പറ്റും. എന്താ? എന്റെ അകത്തിരിക്കുന്നവൻ ആമേൻ ആമേൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാ. നീ ഇന്ന് കടന്നു പോകുന്ന പ്രതിസന്ധികളെ നീ ആത്മാവിൽ ജയിക്കും. മനസ്സിലായോ? നിന്റെ അകത്തുള്ള അഭിഷേകത്താൽ ജയിക്കും. നിന്റെ കുടുംബത്തിനകത്തുള്ള സകല പ്രശ്നത്തിനും പരിഹാരകനായി നിന്റെ അകത്തിരിക്കുന്നവന് കഴിയും. അതുകൊണ്ട് ആത്മാവിൽ അധികാരത്തോടെ ഡിക്ലെയർ ചെയ്യണം. മനസ്സിലായോ? ആമേൻ ആമേൻ ആമേൻ. യേശു ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതുകൊണ്ട് നിന്റെ കുടുംബത്തിനകത്ത് സമാധാനത്തിന്റെ പ്രഭുവാ വാഴേണ്ടത്. അസമാധാനത്തിന്റെ വിത്തുകൾ വിതയ്ക്കുന്ന ദുരാത്മ മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുകയാ. അധികാരത്തോടെ വചനത്തെ റിസീവ് ചെയ്തിട്ട് പറ,
എന്റെ കുടുംബത്തിനകത്ത് വാഴുന്നത് ക്രിസ്തുവാ, എന്റെ കുടുംബത്തിനകത്ത് വാഴുന്നത് ക്രിസ്തുവാ, എന്റെ തലമുറകളെ വാഴുന്നത് ക്രിസ്തുവാ, എന്റെ ഹസ്ബൻഡിനെ വാഴുന്നത് ക്രിസ്തുവാ. നെഗറ്റീവ് സ്പിരിറ്റിന് ഇതിനകത്ത് സ്ഥാനമില്ല. നിന്റെ ആധരം കൊണ്ട് പറയ് ആമേൻ. നീ ഭീരുത്വത്തിന്റെ ആത്മാവ് വഹിക്കുന്നവളല്ല, ധൈര്യത്തിന്റെ ആത്മാവ്, പുത്രത്വത്തിന്റെ ആത്മാവ്. ആമേൻ, ആമേൻ, ആമേൻ. ഞാൻ എന്റെ വാക്കുകളെ നിർത്തുകയാ. പ്രാർത്ഥിച്ചാട്ടെ എല്ലാവരും. ഇന്നത്തെ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിച്ചു എന്ന ബോധ്യമുണ്ടെങ്കിൽ, ആത്മാവിന്റെ ശക്തമായ ഒരു ഇടപെടൽ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നടത്തിയെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ, ഉറപ്പുണ്ടെങ്കിൽ, ആമേൻ, ആമേൻ. എല്ലാവരും കണ്ണുകളെ അടച്ചാട്ടെ. വിശ്വാസമുള്ളവർ നിങ്ങളുടെ വലതു കരങ്ങൾ നിങ്ങളുടെ തലയിൽ വെച്ചാട്ടെ. വിശ്വാസത്തോടെ. എന്താണ് നീ വിശ്വാസത്തെ ഡിക്ലെയർ ചെയ്യുന്നത്? യേശു കർത്താവ് പറഞ്ഞു, വിശ്വസിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുവോ, വിശ്വസിച്ചുകൊണ്ട്. നിന്റെ വിശ്വാസത്തിനാണ് ഇവിടെ പ്രാധാന്യം. പുത്രനെ വിശ്വസിച്ചുകൊണ്ട് നീ എന്താ പറയുന്നത്? നിന്റെ മിനിസ്ട്രിയിൽ ഉയർച്ചയാണ് നിനക്ക് വേണ്ടത്. അപ്പൊ അടുത്ത തലമുറ ഓപ്പണിംഗ് ആണ് നിനക്ക് വേണ്ടത്. ഇതിനുള്ള കൃപാവരങ്ങൾ ജ്വലിക്കുവാനാണോ, ഈ സ്നേഹത്തെ പ്രസന്റ് ചെയ്യാനാണോ നീ ആഗ്രഹിക്കുന്നത്? ആമേൻ. നിന്റെ വാഗ്ദത്തങ്ങൾ ഈ വർഷം എനിക്ക് വേണമെന്നാണോ നീ നിർബന്ധം പിടിക്കുന്നത്? വിശ്വാസത്താൽ പറയ്, എനിക്ക് എന്റെ വാഗ്ദത്തങ്ങൾ പരിശുദ്ധാത്മാവ് നിന്നോട് പറയും, ഇത് നിന്റെ വാഗ്ദത്തങ്ങളുടെ വർഷമാ, ഇത് നിന്റെ വാഗ്ദത്തങ്ങളുടെ വർഷമാ. നിന്റെ വാഗ്ദത്തങ്ങൾ നീ എഴുതി വെച്ചത്, നീ ഓരോ ദിവസങ്ങളിലും പറയുന്നത്, അതിനെ വെളിപ്പെട്ട് നിന്റെ മുൻപിൽ ഒരു പ്രദർശനമായി ദൈവത്തിന്റെ ആത്മാവ് കാണിക്കും. ഞാൻ നിന്റെ കണ്ണുകൾ കൊണ്ടത് കാണത്തക്കവണ്ണം ചില വാഗ്ദത്തങ്ങൾ നിന്റെ മുൻപിൽ വെളിപ്പെടുന്ന വർഷമായിരിക്കും ഇത്. ഹല്ലേലൂയ. വിശ്വാസം പറയ്, വിശ്വാസം പറയ്. വിശ്വസിക്കുന്നവരാലാണ് അടയാളങ്ങൾ. മനസ്സിലായോ? നീ എന്ത് വിശ്വസിക്കുന്നു അത് അടയാളമായി നിന്റെ മുൻപിൽ വരും. ഹസ്ബൻഡിനെ നോക്കി പറ, മക്കളെ നോക്കി പറ, മിനിസ്ട്രിയെ നോക്കി പറ, ചർച്ചിനെ നോക്കി പറ. ആമേൻ, 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 ആമേൻ. നിന്റെ ജോലിയെ നോക്കി പറയ്. നിന്റെ വിശ്വാസം നീ പറ. നിനക്ക് എന്താണ് വേണ്ടത് അത് പറ. ആദ്യം ചെയ്തു തരും. കാരണം എന്താണെന്നറിയാമോ? ശൂന്യതയിൽ നിന്ന് ഇല്ലാത്തതിനുള്ളതുപോലെ വിളിച്ചു വരുത്തിയവന്റെ ആത്മാവ് നിന്റെ അകത്ത്. ഒരു നിമിഷം എല്ലാവരും അന്യഭാഷകളിൽ, ഒരു സെക്കൻഡ് അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചാട്ടെ. ഞാൻ പ്രാർത്ഥിച്ചു നിർത്തുകയാ. അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാട്ടെ. ഒരു സെക്കൻഡ് എല്ലാവരും അധരങ്ങളിൽ തുറന്ന് അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. സ്നേഹിക്കുന്നവന് ആമൻ കണ്ടു കാണാത്തത് നിന്റെ മുൻപിൽ വെളിപ്പെടാൻ പോകുക. ആരും കേൾക്കാത്തത് നീ കേൾപ്പാൻ പോകുക. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്തത് നിന്റെ അകത്തുനിന്ന് വെളിപ്പാട് പുറത്തു വരുവാൻ പോകുകയോ. ഞങ്ങളുടെ പിതാവേ, അപ്പാ നന്ദിയോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുകയെ. ഞങ്ങൾക്ക് നൽകിയ നല്ല ദിവസം, നല്ല പ്രഭാതം ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ. അങ്ങയുടെ വചനത്തിന്റെ ആഴമായ വെളിപ്പാടുകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ കർത്താവ് ഈ ഡിവൈസുകൾക്ക് ദൈവമേ കർത്താവെ പ്രാർത്ഥനയിൽ ആരാധനകളിൽ ആയിരുന്ന സമർപ്പണത്തോടെ ഞങ്ങളുടെ മുൻപിലിരുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ ക്രിസ്തുയേശുവിൽ ബ്ലസ് ചെയ്യുന്ന കർത്താവേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ മക്കളെ എല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയോ. ഇവരുടെ ഹൃദയത്തിനകത്ത് പകർന്ന ദൈവിക വെളിപ്പാടുകൾക്കായി സ്തോത്രം. അങ്ങയുടെ സ്നേഹത്തിന്റെ ആഴങ്ങളിൽ മക്കൾ രുചിച്ചറിയട്ടെ. വരും കാലഘട്ടങ്ങളിൽ ക്രിസ്തു എന്ന ദൈവം മർമ്മത്തെ ഇവർ വെളിപ്പെടുത്തട്ടെ. വരും കാലഘട്ടത്തിൽ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആഴങ്ങൾ ഇവർ പുറത്തെടുക്കുന്നവരായി മാറട്ടെ കർത്താവേ. ഇവരുടെ മേലുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ പുറത്തു വരട്ടെ. ആത്മിക സമ്പന്നരായി ഇവർ മാറട്ടെ. ആത്മാവിൽ വർധനമുള്ളവരായി മാറട്ടെ. കൃപാവരങ്ങൾ ജ്വലിക്കട്ടെ. ആത്മാവിൽ യുദ്ധം ചെയ്യുന്ന പടയാളികളായി ഇവർ മാറട്ടെ. പ്രാർത്ഥനാ വീരന്മാർ, പ്രാർത്ഥന പോരാളികളായി മാറട്ടെ. വചനത്തിനകത്ത് ഉച്ചിരിക്കുന്നവരായി മാറട്ടെ. ആത്മാവിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നവരായി മാറട്ടെ. ഓരോ ദിവസങ്ങളിലും ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ വളരുന്നവരായി മാറട്ടെ കർത്താവെ. ഈ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാ മക്കളെ ബ്ലെസ് ചെയ്യുന്നു. കേൾക്കപ്പെട്ട വചനങ്ങളൊന്നും കർത്താവെ ഞങ്ങൾക്ക് വെറുതെ ആയി പോകുവാൻ അനുവദിക്കരുതപ്പ. ഇന്ന് കേട്ട വചനത്തിനകത്ത് ഞങ്ങൾ ജീവിച്ചു തുടങ്ങുന്നതിനായി, ഞങ്ങൾ ചലിച്ചു തുടങ്ങുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. എല്ലാ മക്കളെ ഒരിക്കൽ കൂടി ബ്ലെസ് ചെയ്യുന്നു. പ്രാർത്ഥന കേട്ട സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അല്പസമയം മുൻപോട്ട് പോയി ദയവായി ക്ഷമിക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ഈ മീറ്റിംഗിൽ ഒരവസരം നൽകിയതിന് നന്ദി പറയുന്നു. എല്ലാ മഹത്വവും എല്ലാ പുകഴ്ചയും എന്റെ കർത്താവിനെ അർപ്പിക്കുന്നു. ആമേൻ. താങ്ക് യു സോ മച്ച്. ഇത്രത്തോളം വചനം ശ്രവിച്ച എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ. എല്ലാവരും നല്ല പോരാളികളാണ് തിരിച്ചറിയുക. പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ഉപയോഗിക്കണം. ദൈവരാജ്യത്തിന്റെ പടയാളികളാണെന്നുള്ള തിരിച്ചറിവിൽ വേണം. ആമേൻ. കർത്താവ് മാനിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. ആമേൻ.